ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ വോയിസ് കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ്. നമ്മൾ അഡ്ഹോക് ലേണിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഒരുപാട് പേര് ജോയിൻ ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു ചെറിയ ഡിലേ വന്നതാണ്. എല്ലാവരും ആ ഇൻകൺവീനിയൻസ് മാറ്റിവെക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ കേരള PSC നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ലീഗൽ അസിസ്റ്റന്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫ്രീ ഓറിയന്റേഷൻ സെഷനിലേക്കാണ് നിങ്ങളെല്ലാവരും കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളെല്ലാവരെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എനിക്കുള്ളത്. ഈ പറഞ്ഞ പോലെ ഇന്ന് ഈ സെഷനിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് എവൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ കേരള PSC കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തോടെ പുറപ്പെട്ടു. അതാണ് കേരള ലീഗൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തുക എന്നുള്ള നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം സാക്ഷാത്കരിക്കുന്ന ഒരു പോസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു എക്സാം ആണ് കേരള PSCയുടെ ലീഗൽ അസിസ്റ്റന്റ് എക്സാം. എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ അതിനെ സ്ട്രാറ്റജൈസ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സെഷനിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ വന്നിട്ടുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ അഡ്ഹോക് ലേണിംഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വിക്ക് ഇൻട്രോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എന്താണ് അഡ്ഹോക് ലേണിംഗ്? അഡ്ഹോക് ലേണിംഗ് എന്ന് പറയുന്നത് 2022 മുതൽ പ്രവർത്തിക്കുന്ന ഒരു കേരള PSC ഓൺലൈൻ കോച്ചിങ് സ്ഥാപനമാണ്. അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ശ്രീ ശ്രീജിത് ജി നായർ ആണ്. അതുപോലെ തന്നെ കേരള PSCയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കോച്ചിങ് ഓൺലൈനിലൂടെ കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അഡ്ഹോക് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ 7000-ലധികം വിദ്യാർത്ഥികളെ അഡ്ഹോക് ലേണിംഗിലൂടെ സക്സസ്ഫുൾ ആയിട്ട് പല വിധത്തിലുള്ള എക്സാമുകളിലേക്ക് കോച്ചിങ് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ 1000-ലധികം ആളുകളെ പല ജോലികളിലേക്ക്, റാങ്ക് ലിസ്റ്റുകളിലേക്ക് എത്തിക്കാൻ അഡ്ഹോക് ലേണിംഗിന് സാധിച്ചിട്ടുണ്ട്. വളരെ അഭിമാന പുരസ്കാരം നമ്മൾ പറയുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ സിസ്റ്റർ കൺസേൺ ആയിട്ട് അഡ്ഹോക് ലീഗും കഴിഞ്ഞ വർഷങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കേരളത്തിലുടനീളമുള്ള ഗവൺമെന്റ് ലോ കോളേജുകളിലേക്ക് ഉള്ള എൻട്രൻസ് എക്സാമിന് കുട്ടികളെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും എല്ലാ ലോ കോളേജിലും തന്നെ അഡ്മിഷൻ നേടിക്കൊടുക്കാനും അഡ്ഹോക് ലീഗത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ സെഷൻ നിങ്ങൾ എല്ലാവരും അവൈറ്റ് ചെയ്തിരിക്കുന്ന ഈ സെഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ അഡ്ഹോക് ലേണിംഗിന്റെ ഏറ്റവും ചീഫ് മെന്റർ ആയിട്ടുള്ള അശ്വിൻ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഒരു ഷോർട്ട് ബ്രീഫ് അദ്ദേഹത്തിനെ പറ്റി നൽകുകയാണ്. അദ്ദേഹം ഈ MSc മാത്തമാറ്റിക്സ്, MA പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ LLB ഗ്രാജുവേറ്റ് ആണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് ടീച്ചിങ് പ്രൊഫഷനിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതും ഒരുപാട് വിദ്യാർത്ഥികളെ എന്താ പറയാ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു സക്സസ്ഫുൾ ടീച്ചർ കൂടിയാണ്. പലവിധമായിട്ടുള്ള PSC എക്സാംസുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാം. സക്സസ്ഫുൾ ആയിട്ട് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുകയും 1.5 ഇയർ സക്സസ്ഫുൾ ആയിട്ട് പ്രിസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ടും ഓഫീസർ റാങ്ക് ലിസ്റ്റിലും, അതുപോലെ തന്നെ LDC റാങ്ക് ലിസ്റ്റ്, IRB റാങ്ക് ലിസ്റ്റ്, സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ്, അസിസ്റ്റന്റ് ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയിട്ടുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കേരള ലോ എൻട്രൻസ് എക്സാമിൽ ഓൾ കേരള 11th റാങ്ക് ഹോൾഡർ ആണ്. അതുപോലെ തന്നെ SSC CGL ടയർ 2 എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ SSB ഇന്റർവ്യൂ സ്റ്റേജ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാവരെയും ഈ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വിൻ നെ സ്വാഗതം ചെയ്യും.
ഹയോൾ എല്ലാവർക്കും നമസ്കാരം. സൗണ്ട് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ കാണുന്നുണ്ട്, അതുപോലെ തന്നെ എന്നെയും കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സെഷനിലേക്ക് കടക്കുകയാണ്. ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ്. കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് വളരെയധികം നല്ല നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന വലിയൊരു പോസ്റ്റാണ് ലീഗൽ അസിസ്റ്റന്റ്. പ്രത്യേകിച്ച് നമ്മളെ പോലെ LLB ഗ്രാജുവേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ്സിനെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന തരത്തിൽ കേരള PSC നടത്തുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാം എന്ന് പറയാവുന്ന ഒന്നാണ് ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉള്ളത്. അപ്പോൾ കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലാണ് ഈ തസ്തിക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എൻട്രി കാഡർ അവിടെയാണ് എന്ന് മനസ്സിലായി. അവിടേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന, പലരും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എത്രയാണ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 41,300 രൂപ മുതൽ 87,000 രൂപ വരെയാണ്. പലർക്കും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ 43,300 മുതൽ 87,000 വരെ, സ്റ്റാർട്ടിങ്ങിൽ 87,000 കിട്ടും, എപ്പോഴാണ് ഈ 87,000 കിട്ടുക എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, 87,000 എന്ന് പറയുന്നത് അപ്പർ സ്കെയിലാണ്. 41,300 കയറി കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോഴും ഗവൺമെന്റ് സർവീസിൽ ഇൻക്രിമെന്റുകൾ ഉണ്ടാവും. ആ ഇൻക്രിമെന്റുകൾ ഒരു വർഷം 1000 ആണെങ്കിൽ അടുത്ത വർഷം 1000 ആയിരിക്കും, ചില പിന്നത്തെ വർഷം 1100 ആവും, പിന്നത്തെ വർഷം 1200 ആവും. അങ്ങനെ കൂടി ഇൻക്രിമെന്റുകൾ കണക്കാക്കിയിട്ടാണ് 87,000 എത്തുന്നത്. പക്ഷെ ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ 87,000 എത്തുന്നതിനേക്കാൾ വളരെ മുമ്പ് തന്നെ ഈ ഗ്രേഡ് 2 നിന്നും ഗ്രേഡ് 1 പേ സ്കെയിലേക്ക് മാറുകയും പിന്നീട് അതിന്റെ പ്രൊമോഷൻ പോസ്റ്റിലേക്ക് മാറുകയും അങ്ങനെ പ്രൊമോഷനായിട്ട് മാറിപ്പോകാനുള്ള വളരെ വലിയ സാധ്യതകളുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് വളരെ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പോസ്റ്റാണ് ലീഗൽ അസിസ്റ്റന്റ്. നമ്മൾ കയറി 2 വർഷത്തെ പ്രൊമോഷൻ ഉണ്ട്. പ്രൊബേഷൻ കഴിയുമ്പോഴത്തേക്കും 2 വർഷത്തെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഗ്രേഡ് 1 മാറാവുന്ന രീതിയിലേക്ക് എത്തും. അത് കഴിഞ്ഞ് 7-8 വർഷം കഴിയുന്നതിനേക്കാളും മുമ്പ്, അതായത് മറ്റു പല തസ്തികകളിലും ആദ്യ പ്രൊമോഷൻ വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവിടെ രണ്ടാമത്തെ പ്രൊമോഷനും എത്താൻ സാധ്യതയുണ്ട്. ചെറിയ പ്രായത്തിൽ കയറുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 24, 25, 26 വയസ്സിലൊക്കെ കയറുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമ്മൾ റിട്ടയർ ആവുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു കൺഫേർഡ് IAS പോലും കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോ ഏജ് മാറ്റർ ആണ് അവിടെ. സർവീസ് എത്രത്തോളം നമുക്ക് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും നമുക്ക് കൺഫേർഡ് IAS കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു തസ്തികയാണ് ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ലീഗൽ അസിസ്റ്റന്റിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ലീഗൽ അസിസ്റ്റന്റിന്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് എല്ലാം ഞാൻ കടക്കുന്നുണ്ട്. ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കുറെ ഓൾറെഡി പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായിട്ട് നമ്മൾ PSC ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PSCയിൽ എന്താണ് നടത്തേണ്ടത്, എങ്ങനെയാണ് PSC സിലബസ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, ഏത് തരത്തിൽ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള ആ സ്ട്രാറ്റജി ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിനേക്കാൾ മുൻപ് തന്നെ പലരും ഒരുപാട് പേര് നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, അത് എപ്പോഴാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ അത് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ അഡ്ഹോക് ലേണിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ആപ്പ് ഉണ്ട്. അഡ്ഹോക് ലേണിംഗ് ആപ്പിന്റെ ഒരു ഇന്റർഫേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് പുതിയ ആപ്പാണ്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് മാറി ഈ ഒരു ആപ്പിലേക്ക് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഈ ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ കുറെ മോട്ടിവേഷൻ വീഡിയോസ്, ഒരുപാട് കാര്യങ്ങൾ PSC റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളും വരുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് ഫ്രീ ആയിട്ട് ക്വിസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ വാട്സാപ്പിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. അഡ്ഹോക് ലേണിംഗ് എന്ന് പറയുന്ന ആപ്പാണ്. ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടുന്ന ആപ്പല്ല. വിത്തിൻ 1 വീക്ക് നമ്മൾ പുതിയ ആപ്പിലേക്ക് മാറും. ആ സമയത്തായിരിക്കും നമ്മുടെ കോഴ്സുകളെല്ലാം ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ കോഴ്സിന്റെ സ്പെസിഫിക്കേഷൻസ് രാത്രി 9 മണിക്കാണ്. മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും. 9 മുതൽ 10 മണി വരെ ആയിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ലൈവ് ക്ലാസ്സിന്റെ എല്ലാം റെക്കോർഡഡ് വേർഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഏതെങ്കിലും ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ തന്നെ
നെക്സ്റ്റ് ഡേ തന്നെ ആ ക്ലാസ് വീണ്ടും കാണാനും അതുപോലെ തന്നെ എക്സാമിന് മുമ്പായിട്ടുള്ള ഒരു മാസം നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളോളം പഠിച്ച ക്ലാസ്സുകളെല്ലാം ഒന്നും കൂടി കാണണമെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ക്യൂസുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ചെയ്ത് പഠിക്കാം. പ്രാക്ടീസ് ക്യൂസുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ എല്ലാം ഉണ്ടാവും. ഇനി കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10 മാസം തന്നെയായിരിക്കും. അതായത് ഒക്ടോബർ ടു ഡിസംബറിലാണ് നമ്മുടെ ഈ എക്സാം പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ടാണ് എക്സാം വരാൻ സാധ്യത. കാരണം ഓൾറെഡി കേരള PSCയുടെ 2025 കലണ്ടർ, ആനുവൽ കലണ്ടർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ മാസവും ഏത് എക്സാംസ് നടക്കും എന്നുള്ളൊരു കലണ്ടർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലെ ലീഗൽ അസിസ്റ്റന്റ് ചാർട്ട് ചെയ്തിട്ടുള്ളത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ആ ഒരു കാലയളവിലാണ്. അപ്പൊ ഒക്ടോബർ ടു ഡിസംബർ മാസങ്ങളിലാണ് നമ്മൾ എക്സാം പ്രതീക്ഷിക്കേണ്ടത്. 10 മാസത്തോളം സമയം നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം 10 മാസത്തോളം. വളരെ വലിയൊരു കാലയളവ് തന്നെയാണ് 10 മാസം എന്ന് പറയുന്നത്. കാരണം ഇതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, അതിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നതും ജനറൽ PSCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എക്സാമാണ്. ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. ഇവിടെ പ്രിലിംസ് ഇല്ല, മെയിൻസ് ആണ്, ഡയറക്റ്റ് മെയിൻസ് ആണ്. എക്സാമിന്റെ ഡീറ്റെയിൽസ് ഞാൻ കടക്കാം. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയ്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ ആയിട്ട്, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായിട്ട് അതിന്റെ പ്രിലിംസ് നടക്കുകയും അതിനുശേഷം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ട് അതിന്റെ മെയിൻസ് എക്സാം നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കേരള PSC അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ എക്സാമിന് അത്യാവശ്യം നല്ല സമയം കിട്ടുന്നുണ്ട്. സിലബസ് വാസ്റ്റ് ആണ്, ഒബ്വിയസ്ലി നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് അതിന് വേണ്ട സമയം കേരള PSC തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല രീതിയിൽ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അഡ്വോക്കറ്റ് ലേണിംഗിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ഹെൽപ്പും സപ്പോർട്ടും എക്സാം അവസാനം വരെയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര ഫീസ് ആയിരിക്കും എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 6,000 ആണ് ടോട്ടൽ കോഴ്സ് ഫീസ് വരിക. അപ് ടു എക്സാം വരെ ടോട്ടൽ 6,000 ആണ്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്താൽ മതി. ഫസ്റ്റ് പേയ്മെന്റ് 3,000 പേ ചെയ്തതിനു ശേഷം പിന്നീട് നിങ്ങൾ 1,500 രൂപ വീത 2 ഗഡുക്കളായിട്ട് അടച്ച് 6,000 രൂപ നിങ്ങൾ അടച്ച് തീർത്താൽ മതി. ഇത് തന്നെ നിങ്ങൾക്ക് വൺ ടൈം ആയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ 5,000 നിങ്ങൾ പേ ചെയ്താൽ മതി. 5,000 പേ ചെയ്താൽ മതി വൺ ടൈം ആയിട്ടാണെങ്കിൽ. സോ നമുക്ക് ഇനി ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ലീഗൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി എന്താണ്, സിലബസ് എങ്ങനെയാണ്, ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് എന്തായിരുന്നു, എങ്ങനെയാണ് ഈ കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്രത്തോളം പ്ലേസ്മെന്റുകൾ ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യം, ഇതിന്റെ കോമ്പറ്റീഷൻ എങ്ങനെയാണ്, ഇതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ വർഷത്തെ നമുക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് നമുക്ക് പരിശോധിക്കാം. അവസാനം ഈ എക്സാം നടന്നത് 2022 ലാസ്റ്റ് എക്സാം നടക്കുന്നത്. അത് നോട്ടിഫിക്കേഷൻ നമ്പർ 478/2020 ആണ്. 2020 നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം കോവിഡ് വന്നതുകൊണ്ട് ആ സമയത്ത് എക്സാം നടന്നില്ല, കുറച്ച് നീണ്ടുപോയി. 2022 അതിന്റെ എക്സാം നടക്കുന്നത്. 3 നോട്ടിഫിക്കേഷനുകളുണ്ട്. എപ്പോഴും 3 നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോഴും കേരള PSCയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 നോട്ടിഫിക്കേഷനുകൾ കാണാൻ പറ്റും. ഒരെണ്ണം ആദ്യത്തെ 478 എന്ന് പറയുന്നതായിരുന്നു 2022 ആ നമ്പറുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. ഈ വർഷത്തെ നമ്പറുകൾ ഞാൻ പറയാം. 2024 വന്ന നോട്ടിഫിക്കേഷനകത്ത് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് 726 ആണ്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എക്സാം, 726/2024. അതുപോലെ തന്നെ 727/2024 ഉണ്ട്. ഇതെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്ന, മറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്ന LLB ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബൈ ട്രാൻസ്ഫർ എക്സാം, അവർക്കിടയിൽ LLB ഉള്ളവർ മാത്രം എഴുതുന്ന എക്സാമാണ്. അങ്ങനെ എക്സാം എഴുതിയിട്ട് ഡയറക്ട്ലി എന്ത് ചെയ്യാം, ലീഗൽ അസിസ്റ്റന്റ് ആവാം. വിച്ച് മീൻസ് നമുക്ക് ലീഗൽ അസിസ്റ്റന്റ് മാത്രമല്ല, നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് കൂടി വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോലിയിൽ കയറുന്ന LLBക്കാര് വളരെ കുറവ് ആൾക്കാരേ ഉള്ളൂ, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. കാരണം ആകെ കുറച്ച് പേരേ ഉള്ളൂ LLB ഉള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ അവർക്ക് അവിടെ നിന്ന് ബൈ ട്രാൻസ്ഫർ എക്സാം എഴുതി കയറാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് 727/24. സാധാരണ LLB ഹോൾഡേഴ്സ് ആയിട്ടുള്ള എൻറോൾഡ് ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ്സിന് ഈ പോസ്റ്റിൽ ഈ 727/24 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്പറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 728/24 എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ കൂടി കാണാം. ഇത് ഹൈക്കോർട്ടിലും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും വർക്ക് ചെയ്യുന്നവർക്ക്, പ്രൊഫഷൻ ഡിക്ലെയർ ചെയ്ത് 3 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എഴുതാവുന്ന എക്സാം ആണ്. ലീഗൽ അസിസ്റ്റന്റ് തന്നെയാണ്, അതും ബൈ ട്രാൻസ്ഫർ എക്സാം ആണ്. അപ്പൊ ഇത് രണ്ടും പോട്ടെ, ഇത് രണ്ടും ബൈ ട്രാൻസ്ഫർ ആണ്. നമ്മുടെ എക്സാം 726/2024 ആണ്. 726/2024. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കുറെ പേര് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും.
അപ്ലൈ ചെയ്യാത്തവര് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജാനുവരി 29 ആണ്. ജാനുവരി 29 അവസാനത്തെ ഡേറ്റ്. എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നെല്ലാം 27, 28 തീയതികളിൽ ആലോചിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയാം, കേരള PSCയുടെ ഒരു ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്യാറില്ല. ഇത്തരത്തിലുള്ള ഡേറ്റുകൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒന്നും ആഫ്റ്റർ കോവിഡ് എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആണ് കേരള PSC നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 2022, 23, 24 വർഷങ്ങളിൽ നടന്ന എക്സാമുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു കാരണവശാലും പരീക്ഷകൾ മാറ്റുക, അതുപോലെ തന്നെ എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മാറ്റുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കേരള PSC ചെയ്യാറില്ല. കാരണം വെബ്സൈറ്റിനകത്ത് വളരെ ഫ്രീ ആയിട്ട് ഫ്രീ ഫ്ലോയില് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാറുണ്ട്. ഇതുവരെയും ആ വെബ്സൈറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതുവരെ 1 ടൈം രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു കഫേയിൽ പോയിട്ട് കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ ഡയറക്ഷനും അവർ തരും. ആ കഫേയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ ഫോട്ടോയും സിഗ്നേച്ചർ എല്ലാം അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ യൂസർ ID ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും. ആ യൂസർ IDയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഭാഗം കാണാം. ആ നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ എക്സാമുകൾ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അവിടെയാണ് നമുക്ക് ഈ പറയുന്ന നമ്പർ കാണാം, 726/2024. അവിടെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് കാണും. അപ്ലൈ നൗ എന്ന് പറയുന്ന ബാർ ഉണ്ടെങ്കിൽ അപ്ലൈ നൗ, അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ നൗ കൊടുത്ത് അതിൽ പറയുന്ന ഡയറക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ ആ ഫോട്ടോയിലുള്ള പേര്, ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സാം എഴുതേണ്ട താലൂക്ക്, ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിന് ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് ചില സമയത്ത് ഇനെലിജിബിൾ എന്ന് പറഞ്ഞിട്ട് കാണാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ പോസ്റ്റിന്, ലീഗൽ അസിസ്റ്റന്റ് പോസ്റ്റിന് പലരും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനെലിജിബിൾ ആണ് ഇത് കണ്ടിട്ടുണ്ടാവാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ തന്നെ വൈ ഐ ആം ഇനെലിജിബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോ നമുക്ക് 2 ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്. ഒന്ന് LLB കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. 2 എൻറോൾഡ് ആസ് അഡ്വക്കേറ്റ് ആയിട്ട് നമ്മൾ എൻറോൾ ചെയ്തിട്ടുണ്ടാവണം. ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇനെലിജിബിൾ ആയിട്ടായിരിക്കും അവിടെ കാണുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പ്രൊഫൈലിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ LLB ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് LLB, അതുപോലെ തന്നെ അതിൽ കാണിക്കുന്ന കോളം ഫില്ല് ചെയ്യാനുണ്ടാവും, ഏത് വർഷമാണ് ബാച്ച് ഔട്ട് ആയത്, എത്ര പെർസെന്റേജ് ഓഫ് മാർക്ക് ഉണ്ടാവും, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ LLB ആഡ് ആവും. സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇപ്പൊ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് എപ്പോഴും കേരള PSCയുടെ ഏത് എക്സാം ആണെങ്കിലും സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായതിനു ശേഷം ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്തേക്ക് നമ്മുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് മെസ്സേജ് വരും പ്രൊഫൈലിൽ. ആ സമയത്ത് മാത്രം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് വെരിഫിക്കേഷൻ പോയാൽ മതി. സോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊക്കെ പിന്നീടാണ്, എക്സാമിന് ശേഷമാണ് വരിക. ഇപ്പൊ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യണ്ട, നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ മാത്രം ചെയ്യാം. അതിനുശേഷം LLB ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻറോൾഡ് ആസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് എവിടെ ആഡ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ആ പോയിന്റ് കിട്ടിയിട്ടില്ല. ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. മെഡിക്കൽ എന്നൊക്കെ പറഞ്ഞ് കാണാം. ലാസ്റ്റ് നമുക്ക് ചില രജിസ്ട്രേഷൻ നമ്മുടെ എന്ന് പറയുന്നത് മെഡിക്കൽ പോലെ, മെഡിക്കൽ അഡ്വക്കേസി എന്നൊക്കെ പറയുന്നത് ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു സിസ്റ്റം ആണല്ലോ ബാർ കൗൺസിലിൽ. അതുപോലെ ഉള്ളൊരു ഓപ്ഷൻ അവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻറോൾഡ് ആസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കാരണം 29 തീയതി വരെ ഡേറ്റ് ഉണ്ടെന്ന് വിചാരിച്ച് അവസാനത്തേക്ക് വെക്കരുത്, ഇപ്പൊ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക കേട്ടോ. ഇന്നിപ്പോ 13 തീയതി, 14, 15 നിങ്ങളൊരു ഡെഡ് ലൈൻ എടുക്കും. ഒരു 20 തീയതിക്കുള്ളിലെങ്കിലും എല്ലാവരും പറ്റാവുന്നവരെല്ലാം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താനുള്ള സമയം കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് വേക്കൻസിയിലേക്ക് കിടക്കാം. വേക്കൻസിയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഈ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടി വരും. 2020 വന്ന നോട്ടിഫിക്കേഷൻ 2022 എക്സാം നടന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 17/5/2023 ആ റാങ്ക് ലിസ്റ്റ് വന്നത്. 17/5/2023. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അപ്പോ ഇത് അവസാനിക്കുന്ന എന്നായിരിക്കും 16/5/2026 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. 3 വർഷക്കാലം ആണ് റാങ്ക് ലിസ്റ്റ്. ഈ എക്സാമിന് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് മെയിൻസ് ഡയറക്ട്ലി എക്സാം ആണ്. ആദ്യം തന്നെ അതിന്റെ സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും.
എക്സാമിന് കിട്ടുന്ന മാർക്കും ഇന്റർവ്യൂവിന് കിട്ടുന്ന മാർക്കും കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫൈനൽ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻസിൽ അത്യാവശ്യം മാർക്ക് വാങ്ങിയവരെ മാത്രമായിരിക്കും ഇന്റർവ്യൂവിന് വിളിക്കുക. അത് കഴിഞ്ഞ് രണ്ടിന്റെയും മാർക്ക് ആഡ് ചെയ്തിട്ട് എത്ര മാർക്ക് ഉണ്ടോ അത് വെച്ചിട്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ വർഷം ഇതുപോലെ 17/5/2023 റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഇതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. ഒരുപാട് വേക്കൻസികൾ, എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഈ 3 വർഷ കാലയളവിൽ ഏതെല്ലാം വേക്കൻസികൾ ഈ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വരുന്നോ അതെല്ലാം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് ഫില്ല് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 വർഷ കാലയളവിൽ ഏതൊക്കെ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് പോലെയല്ല, മുനിസിപ്പൽ മജിസ്ട്രേറ്റ് പോലെയുള്ള എക്സാമുകൾക്ക് എന്താ പ്രത്യേകത, അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളത് ഹൈക്കോർട്ടാണ് നടത്തുന്നത്, കേരള PSC അല്ല. അപ്പോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ അതിന്റെ വേക്കൻസി എത്രയാണെന്ന് പറഞ്ഞ് ആ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള എക്സാം മാത്രമാണ് നടത്തുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഈ ഒരു പെൻഡൻസി ഓഫ് ദിസ് റാങ്ക് ലിസ്റ്റ് എത്രയെല്ലാം വേക്കൻസികൾ വരുന്നോ ആ വേക്കൻസികളെല്ലാം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് എടുത്തു പോവുക. കേരള PSC എല്ലാ റാങ്ക് ലിസ്റ്റുകളും അങ്ങനെയാണ്. അപ്പോ ഇത് 3 വർഷത്തെ കാലാവധിയാണ്. കഴിഞ്ഞ 2023 ഇറങ്ങിയ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ 2025 എന്ന് പറയുമ്പോൾ 1.5 വർഷമേ സമയമായിട്ടുള്ളൂ. ഈ 1.5 വർഷ കാലയളവിനകത്ത് ലാസ്റ്റ് അഡ്വൈസ് എടുത്ത് നോക്കിയപ്പോൾ 56 പേർക്ക് അഡ്വൈസ് ആയിട്ടുണ്ട്. 56 പേർക്കാണ് ഓൾറെഡി അഡ്വൈസ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 60ഓളം വേക്കൻസികൾ കൂടി, 60ഓളം അഡ്വൈസുകൾ കൂടി ചിലപ്പോൾ പോയേക്കാം. 100+ അഡ്വൈസുകൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്നും വരും. പക്ഷെ പ്രൊവൈഡഡ് ഒരു കാര്യമുണ്ട്, അവിടെ ഒരു ട്വിസ്റ്റ് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു 3 നോട്ടിഫിക്കേഷൻസ് ഉണ്ടെന്ന്. ബൈ ട്രാൻസ്ഫർ എക്സാമും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ ബൈ ട്രാൻസ്ഫർ എക്സാമുകൾ എഴുതിയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് അപ്പുറത്ത് വേറെ വന്ന് കിടക്കുന്നുണ്ടാവും. ഈ 56 വേക്കൻസി ഫില്ല് ചെയ്തിരിക്കുന്നത് ഈ 478 എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നും 479 എന്ന് പറയുന്ന കാറ്റഗറിയും 480 എന്ന് പറയുന്ന കാറ്റഗറി, ഈ 3 കാറ്റഗറിയിലും എക്സാം ഒന്നായിരുന്നു, സെയിം എക്സാം ആയിരുന്നു. പക്ഷെ 3 റാങ്ക് ലിസ്റ്റുകൾ ഉണ്ട്. ഈ 3 റാങ്ക് ലിസ്റ്റുകളിൽ നിന്നായിട്ടാണ് ഈ 56 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോയിന്റ്മെന്റ് ഓർഡറിന് മുമ്പായിട്ട് PSC കൊടുക്കുന്ന ഒരു സംഭവമാണ് അഡ്വൈസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഒരു ലെറ്റർ മാത്രം. അപ്പം ഇത് എന്റെ ഒരു അഡ്വൈസ് കയ്യിലിരിക്കുന്നുണ്ട്. ഇതൊരു അഡ്വൈസ് ആണ്, PSCയുടെ അഡ്വൈസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് റീൽസും ഒക്കെ ആയിട്ട് വരാറുണ്ട് നമുക്ക് അഡ്വൈസ് കിട്ടുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒരു ലെറ്റർ ആയിട്ട് നമുക്ക് കേരള PSC നിങ്ങളെ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് അഡ്വൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് അഡ്വൈസ്. ദെൻ ആ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരുന്നത്. അത് വേറെയാണ്, അഡ്വൈസ് വേറെ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ വേറെ. സോ നമുക്ക് കഴിഞ്ഞ വർഷത്തെ അഡ്വൈസുകൾ എന്ന് പറയുന്നത് 56 അഡ്വൈസ് ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഈ 56 ഞാൻ പറഞ്ഞു 3 കാറ്റഗറി ആയിട്ടാണ് വന്നതെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രം 478 എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രം ഏകദേശം 30-ൽ താഴെ ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഇനിയൊരു 10-60 വേക്കൻസി കൂടി വന്നേക്കാം. അപ്പോൾ ഇനിയും ഒരു 10-30 പേർക്ക് കൂടി ചിലപ്പോൾ നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കിട്ടിയേക്കാം. അതായത് 60ഓളം പേർക്ക്, 50+ ആൾക്കാർക്ക് എന്തായാലും കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്നും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും, ഐ മീൻ മറ്റേ ബൈ ട്രാൻസ്ഫർ അല്ല, LLB എൻറോൾഡ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ നിന്ന് തന്നെ 50+ 60 പേർക്ക് വരെ അഡ്വൈസ് ലഭിച്ചേക്കാം. അപ്പോൾ അതാണ് ഇതിന്റെ ഫസ്റ്റ് സെനാരിയോ. പിന്നെ ഇതിന്റെ റിസർവേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം നോർമലി എങ്ങനെയാണോ കേരള PSC മാത്രമല്ല സ്ഥിരമായി ഗവൺമെന്റ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് റിസർവേഷൻസും ഇതിനകത്ത് ബാധകമാണ്. അത് ഈവൻ ലാസ്റ്റ് വന്നിട്ടുള്ള EWS ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. EWSന്റെ 10% ഉൾപ്പെടെ റിസർവേഷൻ ഈ പോസ്റ്റിനകത്തും ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് പറയാനുള്ളത്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഫൈനൽ നമുക്ക് പാർട്ട് എന്ന് പറയുന്നത് ഡിസ്കഷൻ ആണ്. എല്ലാ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും ലാസ്റ്റ് നമുക്ക് ഡിസ്കഷനിൽ നമുക്ക് പറയാം. ഓക്കെ, സോ വേക്കൻസി എന്ന് പറയുന്നത് അപ്പൊ ഈ വർഷവും ഇത് ഏകദേശം ഈ ഒരു എണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് 80 to 100 വേക്കൻസികളൊക്കെ ടോട്ടലായിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലയളവിലെ 100ഓളം വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ 50ഓളം വേക്കൻസികൾ നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് വരാൻ സാധ്യതയുണ്ട്. 50 to 60 വേക്കൻസികൾ തന്നെ നമ്മുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡിപ്പെൻസ്, നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വിപുലീകരിക്കുകയാണെങ്കിൽ കൂടുതൽ തസ്തികകൾ ഉണ്ടാകും, കൂടുതൽ വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രം നമുക്ക് ഉറപ്പില്ല. പിന്നെ കുറച്ചു മുമ്പ് പറഞ്ഞ സാലറിയുടെ കാര്യം, അത് ഞാൻ ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. 41,300 to 87,000 എന്ന് ഞാൻ പറഞ്ഞല്ലോ, ബേസിക് പേ ആണ് കേട്ടോ. ഇതിന്റെ പുറത്താണ് അലവൻസുകൾ, മറ്റ് HR 10% HR ഉണ്ട്, കോർപ്പറേഷൻ ഏരിയ ആണ് 10% HR. അതുപോലെ തന്നെ നമുക്ക് DA ഉണ്ട്, DA അനുവദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിന്റെ പ്ലസ് അലവൻസസ് ഉണ്ട്. ഇതിന്റെ നിന്നും NPS PF പോലെയുള്ള കാര്യങ്ങൾ കട്ടായി പോവുകയും ചെയ്യും.
പക്ഷെ ഈ 41,300 ഇപ്പോൾ സാലറി പറഞ്ഞു കഴിഞ്ഞാൽ 2026 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേ റിവിഷൻ വരേണ്ട സമയമാണ്. പക്ഷെ ഇതുവരെയും അതിന്റെ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. 2027, 28 ആയിട്ട് പേ റിവിഷൻ വന്നേക്കാം. നമ്മൾ നിങ്ങൾ പഠിച്ചു കയറുന്ന സമയത്തേക്ക് ഇതിന്റെ പേ റിവിഷൻ പുതിയൊരു റിവൈസ്ഡ് ആയിട്ടുള്ള ബേസിക്കിലേക്ക് മാറിയേക്കാം. 41,300 ബേസിക് അല്ല, ഏകദേശം 60,000 അടുത്ത് ബേസിക്കിലേക്ക് തന്നെ കയറുന്ന സമയത്ത് തന്നെ 60,000 എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 29,000 സംതിങ് ആയിരുന്നു ബേസിക് ഉണ്ടായിരുന്നത്. പക്ഷെ പുതിയ ലിസ്റ്റ് വരുന്ന സമയമായപ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പേ റിവിഷൻ വന്ന് 41,300 ബേസിക് മാറി. അതുപോലെ തന്നെ ഇപ്രാവശ്യവും നിങ്ങൾ ജോലിക്ക് കയറി 1-2 വർഷത്തിനുള്ളിൽ തന്നെ പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ബേസിക് എന്ന് പറയുന്നത് തന്നെ 60ഓളം എത്താനുള്ള സാധ്യതയുണ്ട്. പ്രൊമോഷൻ കൂടി ആവുമ്പോൾ അതിനനുസരിച്ച് കയറും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൺഫേർഡ് IAS പോലെയുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് വരെ എത്താനുള്ള എല്ലാ സാധ്യതകളും ഇതിനകത്തുണ്ട്. ദെൻ ഇനി സിലബസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ സിലബസ് എന്ന് പറയുന്നത് ആണ് നമുക്ക് സിലബസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് പ്ലേസ്മെന്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ 50 സംതിങ് ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. 38 പേരാണ് ജനറൽ കാറ്റഗറിയിൽ, ജനറൽ അല്ല OC എന്നാണ് എന്നെ പറയുന്നത്. OC എന്ന് പറയുന്ന കാറ്റഗറിയിൽ 38 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് ഇട്ടിരുന്നത്. ഇതുകൂടാതെ സപ്ലി ലിസ്റ്റുകളുണ്ട്. സപ്ലി ലിസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാണ്. മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ടായേക്കാം. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആള്, അത് SC ആയിക്കോട്ടെ, ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ, RC ആയിക്കോട്ടെ, LC ആയിക്കോട്ടെ, ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് അയാൾ 1ാം റാങ്ക്. അങ്ങനെ 2, 3, 4 തിരിച്ചിങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇടുന്നതാണ്. അവിടെ അവസാനത്തെ ആളുടെ റാങ്ക് എത്രയാണോ, മാർക്ക് എത്രയാണോ, ഇതിനാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ 50 പേരെയാണ് PSC റാങ്ക് ലിസ്റ്റ് ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചെങ്കിൽ ആ PSC പരീക്ഷ എഴുതി 50ാമത്തെ ആളുടെ മാർക്ക് എത്രയാണോ ആ മാർക്കിനെയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അല്ലാതെ പലരും ചോദിക്കാറുണ്ട്, ഇതിന് എത്ര മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ജോലി കിട്ടും, എത്ര മാർക്ക് കിട്ടി കഴിഞ്ഞാൽ കട്ട് ഓഫ് കയറാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. കാരണം അത് എക്സാമിന്റെ ഡിഫിക്കൽട്ടി അനുസരിച്ചും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അനുസരിച്ചും അത് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ നല്ല ഈസി ആയിട്ടുള്ള എക്സാം ആണെങ്കിൽ എല്ലാവർക്കും മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ കട്ട് ഓഫ് കയറും. കാരണം ആദ്യത്തെ 50 പേര് എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള 50 പേര് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ 50 പേരിലേക്ക് ആണ് നമ്മൾ കട്ട് ഓഫ് എന്ന് വിചാരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 38 പേരാണ്. അപ്പൊ 38ാമത്തെ ആളുടെ റാങ്ക് എത്രയാണോ, മാർക്ക് എത്രയാണോ, ഇതിനാണ് ആ റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ആ കട്ട് ഓഫിന്റെ താഴെ ഉള്ള മറ്റ് കാറ്റഗറി, റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള പല ആൾക്കാർക്ക്, ഇപ്പോൾ ഈഴവയാണെങ്കിൽ ഈഴവ കാറ്റഗറി റിസർവേഷൻ ഉണ്ട്. സോ ഈഴവ എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്നും ഒരു 10-15 പേരുടെ അല്ലെങ്കിൽ ഒരു 20 പേരുടെ ഒരു ലിസ്റ്റും കൂടി ഇടും. അതിനാണ് സപ്ലി ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മെയിൻ ലിസ്റ്റില് റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ലാതെ വരുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സപ്ലി ലിസ്റ്റ്. അപ്പൊ റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് സപ്ലി എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ എക്സാമിന്റെ സപ്ലി അല്ല, ഇത് ഇത്തരത്തിലുള്ള ഒരു സപ്ലി. അപ്പൊ ഈ സപ്ലി ലിസ്റ്റിൽ നിന്നും എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റ്, മെയിൻ റാങ്ക് ലിസ്റ്റില് ഈ പെർട്ടിക്കുലർ കാറ്റഗറിയിൽ ആളില്ലാതെ വരുന്ന സമയത്ത് ഈ പറയുന്ന സപ്ലി റാങ്ക് ലിസ്റ്റിൽ നിന്നും ആൾക്കാരെ എടുക്കും. ഓക്കെ. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം 38ഓളം പേര് മെയിൻ ലിസ്റ്റിലും മറ്റ് സപ്ലി ലിസ്റ്റുകളൊക്കെ ആയിട്ട് ഏകദേശം 100-ലധികം ആൾക്കാര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പോ ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഉയർന്ന റാങ്കിലേക്ക് എന്തായാലും എത്തേണ്ടി വരും. എങ്കിൽ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു PSC പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ കോമ്പറ്റീഷൻ എന്ന് പറയാം. അത്രയും കുറഞ്ഞ കോമ്പറ്റീഷൻ എന്ന് പറയാം. കാരണം ഇതിന്റെ തന്നെ സെക്രട്ടേറിയറ്റിൽ തന്നെയുള്ള അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ്, ലീഗൽ അസിസ്റ്റന്റ് പോലെ തന്നെ പാരലായിട്ട് അപ്പുറത്തുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ഏകദേശം 5-6 ലക്ഷം പേര് ചിലപ്പോൾ എഴുതുന്നുണ്ടാവും. ഈ 6 ലക്ഷം പേരിൽ നിന്നും ജോലി കിട്ടുന്നത് 500 പേർക്കാണ്. ഒരു 500-600 എന്ന് വിചാരിക്കാം. ആ ഒരു റേഷ്യോ ആണ് അവിടെ ഉള്ളത്. 5-6 ലക്ഷം പേര് എഴുതിയിട്ട് 500-600 പേർക്കാണ് അവിടെ ജോലി കിട്ടുന്നത്. അതിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവര് ഏകദേശം ചിലപ്പോൾ ഒരു 1 ലക്ഷം 2 ലക്ഷം പേരായിരിക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ. ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുന്നവരൊക്കെ ആയിട്ടുള്ളവര് 1-2 ലക്ഷം ആൾക്കാരായിരിക്കാം. എങ്കിലും അതിൽ നിന്നുമാണ് ഈ 500-600 പേർക്ക് ജോലി കിട്ടുന്നത്. അത് ഏത് തസ്തികയായിക്കോട്ടെ. ഈവൻ ഞാൻ ജോലി ചെയ്തിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയില് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് അതിനുവേണ്ടി പഠിച്ചത് ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയിരുന്നു. ഏകദേശം 6 ലക്ഷം പേരുണ്ടാവും. ഈ 6 ലക്ഷം പേരിൽ നിന്നും അന്ന് ജോലി കിട്ടിയിരുന്നത് ആകെ ഒരു 1000 പേരോളം. അപ്പൊ ഏതൊരു റാങ്ക് ലിസ്റ്റ് PSC എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കോമ്പറ്റീഷൻ. 5-6 ലക്ഷം, ചിലപ്പോൾ LDC പോലെയുള്ള തസ്തികയാണെങ്കിൽ എല്ലാ ജില്ലകളും എടുത്ത് പരിശോധിച്ചാൽ 14-15 ലക്ഷം പേരൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നവരുണ്ടാവാം. അപ്പോ അത്രയും വലിയ ബൾക്ക് ഓഫ് സ്റ്റുഡൻസിൽ നിന്ന് വളരെ കുറച്ചു പേർക്കാണ് എന്ത് ചെയ്യുന്നത്, കേരള PSC നിന്നും ജോലി കിട്ടുന്നത്.
ലീഗൽ അസിസ്റ്റന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എത്ര പേര് LLB കഴിഞ്ഞ് എൻറോൾ ചെയ്ത് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ 50-60 വേക്കൻസികൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതൊന്നല്ല, വെറും ആയിരങ്ങളിൽ നിന്നാണ്. മനസ്സിലായോ? ആയിരങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് 50-60 വേക്കൻസി കിട്ടുന്നത്. റേഷ്യോ എന്ന് പറയുന്നത് വളരെ ലെസ്സർ ആണ്. കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റ് PSC പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു പരീക്ഷ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിന്റെ കമ്മിറ്റ്മെന്റ്സ് അനുസരിച്ചിരിക്കും. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രത്തോളം അതിന് കമ്മിറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് എഫേർട്ട് എടുത്ത് പഠിക്കുന്നുണ്ട്, എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതിനനുസരിച്ചിരിക്കും. ഇത് കംപ്ലീറ്റ്ലി അക്കാദമിക് ആണ്, അക്കാദമിക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു ഓൾറെഡി അഡ്ഹോക്ക് ലേണിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്ഹോക്ക് ലേണിംഗിനകത്ത് കോഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെല്ലാവരും വക്കീലന്മാർ പല കാര്യങ്ങളും പഠിക്കാൻ പോകും. സാധാരണ നമ്മൾ ചിന്തിക്കുക അതിനോടൊപ്പം തന്നെ പ്രാക്ടീസിന് ഗുണം കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ പറയാം, ഈ ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്, നമ്മളിത് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് പെർഫെക്റ്റ്ലി PSC പരീക്ഷ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും. പ്യുവർലി അക്കാദമിക് ഓറിയന്റഡ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഹെൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ലോ പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം നമ്മൾ കോടതിയിൽ നിരന്തരമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം ആയിരിക്കില്ല. അപ്പൊ പ്രൊസീജിയർ ലോ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കോടതിയിൽ എന്ത് ചെയ്യണമെന്നും കോടതിയിൽ എങ്ങനെ ചീഫ് എടുക്കണം, എങ്ങനെ ക്രോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചേ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. നമ്മൾ പ്യുവർലി ഡിസ്കസ് ചെയ്യുന്നത് സിലബസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, എക്സാമിന് എന്ത് വേണം, എക്സാമിന് എന്ത് ചോദിക്കും, അത് മാത്രം. അപ്പൊ ഈവൻ ഞാൻ പറയാണ്, അഡ്വോക്കേറ്റ് ലേണിംഗിനോടൊപ്പം നിങ്ങൾ പഠിച്ചോ പഠിച്ചില്ലയോ, നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതായിരിക്കണം. പ്രാക്ടീസിന് ഒരു വളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിലൂടെ ഇതൊന്ന് പഠിച്ചു പോവാം, കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പ്രാക്ടീസിന് ഗുണം ചെയ്യും എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും പ്രിപ്പയർ ചെയ്യരുത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു പോസ്റ്റ്, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന് എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിക്കണം. അതിനർത്ഥം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ വീട്ടിലിരുന്ന് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പ്രാക്ടീസ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ എന്തായാലും നിങ്ങൾ കുറച്ചധികം സമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ രാത്രി കൂടുതൽ സമയം ഇരുന്നിട്ടായിരിക്കാം, രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടായിരിക്കാം. എങ്ങനെ ആയാലും ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. നിങ്ങൾ ഭൂരിഭാഗം പേരും എന്തായാലും LLBയുടെ എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്ത് വന്നവരായിരിക്കും അല്ലെ. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ എന്താ, ഇത്രയും ആൾക്കാർക്ക് ഇടയിൽ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്ത് പലരെയും നമ്മൾ ഓവർടേക്ക് ചെയ്ത് നമ്മൾ കയറി പോകണം. ആ കയറി പോകാനുള്ള ആർജവും നമുക്ക് ഉണ്ടാവണം. ആ ഒരു മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ മോട്ടിവേഷനിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രാവിലെ നല്ല തണുപ്പുണ്ട്, നമുക്ക് ഉറങ്ങാൻ തോന്നും, കുറച്ചും കൂടി സമയം ഒരു 10 മിനിറ്റ് മണി കിടക്കാം, 5 മിനിറ്റ് മണി കിടക്കാം, കോടതി 11 മണിക്കല്ലേ, അല്ലെങ്കിൽ ഓഫീസിൽ 10 മണിക്ക് എത്തിയാൽ പോരെ, അല്ലെങ്കിൽ 9:00 എത്തിയാൽ പോരെ എന്നുള്ള ഒരു ടൈമില് നമ്മൾ ആ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ കുറച്ചധികം നേരം ഉറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കിടന്നുറങ്ങുന്ന 10 മിനിറ്റ് സമയം കൊണ്ട് അപ്പുറത്തൊരാൾ എണീറ്റിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 10 ക്വസ്റ്റ്യൻ കൂടുതൽ നമ്മളെക്കാൾ കൂടുതൽ ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ആള് നമ്മൾ ആ സമയം കൊണ്ട് ഓവർടേക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ പലരും വിചാരിക്കും 30, 35 അല്ലെങ്കിൽ 40 വേക്കൻസികളുള്ളൂ, അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഉത്തരേ ഉള്ളൂ, ഒറ്റ വേക്കൻസി ഉള്ള എക്സാമുകൾ PSC നടത്തുന്നുണ്ട്. ഒരു വേക്കൻസി മാത്രം, ചില പരീക്ഷകൾക്ക് 2 വേക്കൻസി മാത്രമുള്ള പരീക്ഷകളുണ്ട്. ഈ ഒരു വേക്കൻസിയിലേക്ക് 2 വേക്കൻസിയിലേക്കും ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ എക്സാം എടുക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് ഒരാൾക്ക് ജോലി കിട്ടണില്ലേ എന്നാലോചിച്ചു നോക്കും. ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് ജോലി കിട്ടണില്ലേ. ഒരിക്കലും ഇത് ലോട്ടറി അടിക്കുന്ന പോലെയല്ല, ഒരാൾക്കേ മറ്റേ ബമ്പർ ലോട്ടറി അടിക്കുള്ളൂ, അതുപോലെ അല്ല അത്. ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം ആണ്. അത് ലീഗൽ അസിസ്റ്റന്റ് മാത്രമല്ല, ഏതൊരു PSC എക്സാം ആണെങ്കിലും എഫേർട്ട് എടുത്ത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാം, ഉറപ്പാണ്. കാരണം ഓൾറെഡി എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ചധികം ലിസ്റ്റുകൾ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, PSC പഠിക്കുന്ന നന്നായിട്ട് റെഗുലർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 20, 25, 30 റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്? ആ സ്ട്രാറ്റജി മനസ്സിലായി, കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി മനസ്സിലായി, ആ സ്ട്രാറ്റജിയിലൂടെ മൂവ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ല, നമ്മൾ ആ സ്ട്രാറ്റജി കീപ്പ് ചെയ്യാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രം വെച്ചുകൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടണത് പഠിച്ചു പോയി കഴിഞ്ഞാല് അത് നമുക്ക് ഈ പറഞ്ഞ കട്ട് ഓഫ് കയറി നല്ല റാങ്ക് ലിസ്റ്റ് മുകളിലുള്ള റാങ്കിലേക്ക് എത്താൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ ഞാൻ പറയുന്നു, നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറവ് കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ് ലീഗൽ അസിസ്റ്റന്റ്. നിങ്ങൾക്ക് വേക്കൻസിയുടെ എണ്ണം നോക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, അതിൽ തന്നെ സീരിയസ് ആയിട്ടുള്ള കോമ്പറ്റേറ്റേഴ്സ് എത്ര പേരുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. വളരെ കുറവാണ്. നിങ്ങളുടെ ബാറിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ബാറിൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ബാറിൽ എത്ര പേര് നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്?
നമുക്ക് ചിലപ്പോൾ ഒരു 10 പേര് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ 100 പേരെ നമ്മുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ 100 പേര് പഠിക്കുന്നുണ്ടോന്ന് അവരുടെ കൂടെ ചെന്നിരുന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പലരും പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടാവും. മുനിസിപ്പൽ മജിസ്ട്രേറ്റിന് ഉൾപ്പെടെയുള്ള പല എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരിൽ എത്ര പേര് ഞാൻ പറഞ്ഞതുപോലെ സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ കുറച്ച് ആൾക്കാരിൽ ഒരാളാവാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഡെഫിനറ്റ്ലി. ഇനി ലീഗൽ അസിസ്റ്റന്റ് എക്സാമിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് പോലെയുള്ള എക്സാമുകൾക്ക് ബൈ ട്രാൻസ്ഫർ എക്സാം ഉണ്ട്. നിങ്ങൾ മുനിസിപ്പൽ മജിസ്ട്രേറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലീഗൽ അസിസ്റ്റന്റിൽ നിന്നും ബൈ ട്രാൻസ്ഫർ എക്സാം, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നിന്നും ലീഗൽ അസിസ്റ്റന്റിലേക്ക് പോകാമെന്ന് പറഞ്ഞതുപോലെ ലീഗൽ അസിസ്റ്റന്റിൽ ഉള്ളവർക്ക് മാത്രമായിട്ട് വേക്കൻസികൾ എവിടെ ഉണ്ടാവും? മുനിസിപ്പൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന തസ്തികയിലുണ്ട്. അവിടേക്ക് നിങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ എക്സാം എഴുതി കയറാം. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ആർഷ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി, അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലീഗൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്ക് കയറിക്കുക. അപ്പോൾ ഈ സെഷനിൽ കയറാം എന്ന് ആദ്യം പറയുന്നത്, പക്ഷെ അവർക്ക് സൈനസിന്റെ ഇഷ്യൂ ആയിട്ട് കുറച്ച് വയ്യാണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സെഷനിൽ കയറാൻ പറ്റാഞ്ഞത്. അപ്പോൾ അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഒക്കെ ആ ഒരു പാഷൻ കൊണ്ട് പഠിക്കുന്നവരൊക്കെ, ബാക്കിയുള്ളവരെല്ലാം എന്തുകൊണ്ടും ലീഗൽ ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ലിറ്റിഗേഷൻ അല്ല, നമ്മളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ 100% ഇതിനേക്കാൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന മറ്റൊരു ജോലി ഇല്ല എന്നാണ് അവരിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്. അവരിപ്പോ അടുത്ത വർഷം പ്രൊമോഷൻ ആവുക, ഗ്രേഡ് 1 പ്രൊമോഷൻ ആവും. 1 ഇയർ ആയിട്ടുള്ളൂ. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ കയറി 1.5 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ 2025 അവസാനത്തോട് കൂടിയിട്ട് പ്രൊമോഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ ആവുന്ന പറഞ്ഞു. സോ അതാണ് ആ ഒരു പോസ്റ്റിന്റെ ഒരു ബ്യൂട്ടി. നമ്മളത് ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് സിലബസിലേക്ക് ഇടലാം. സിലബസ് ഞാനൊന്ന് സിലബസിന്റെ സ്ലൈഡ് ഒന്ന് ഞാൻ എടുത്തുതരാം. പുതിയ സിലബസ് വന്നിട്ടില്ല കേട്ടോ. പുതിയ സിലബസ് വരാനായിട്ട് നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ സമയം എടുക്കും. ഈ മാസം അവസാനമൊക്കെ ആയിട്ട് സിലബസ് വരുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്കറിയാം മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള പോർഷൻസ് നിങ്ങൾക്കറിയാം. CRPCയും അതുപോലെ തന്നെ IPCയും എവിഡൻസ് ആക്റ്റും മാറാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത്. ഓക്കെ, കാണുന്നുണ്ട് എന്ന് വിചാരിക്കണം. ഇതാണ് കഴിഞ്ഞ വർഷത്തെ സിലബസ്. ഈ സിലബസിനകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം ജൂറിസ്പ്രുഡൻസ് ആണ്. ജൂറിസ്പ്രുഡൻസ്, ലീഗൽ തിയറി, പ്രിൻസിപ്പിൾസ് ഓഫ് ലെജിസ്ലേഷൻ, ലെജിസ്ലേറ്റീവ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ 10 മാർക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഭാഗമാണ്, പ്രാക്ടിക്കൽ രീതിയിലല്ല, കംപ്ലീറ്റ്ലി തിയറിറ്റിക്കൽ ആണ്. ഇവിടുത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ചു തരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് പറയാം, ഇതിലെ പല ഡോക്ട്രിൻസ്, പല തിയറീസ്, അതിന്റെ പ്രൊപ്പോണ്ടേഴ്സ് ആരാണ്, ഇത് ഏത് സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ടൈപ്പ് ഓഫ് രീതിയിലാണ് വരുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പല ഈ ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്താണ്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒട്ടും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 4 ഒബ്ജക്റ്റീവ് ഓപ്ഷൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഐഡിയ ഉള്ളവർക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റാവുന്ന സാധനം. പക്ഷെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇവിടുന്ന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയില് PSCക്ക് ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം ഒരുവിധ എല്ലാ PSC എക്സാമിലും ഉള്ളതാണ്. അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇവിടെ കേരള PSC ആണല്ലോ നടത്തുന്നത്, അതേപോലെ തന്നെ സിലബസിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണെങ്കിലും ഇവിടെ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വർഷം തന്നെ നോക്കി കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളിനെ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട്. ഓഡിയോ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസിൽ എടുത്ത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഭാഗമാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ തന്നെ നമുക്കറിയാം തിയറിറ്റിക്കൽ ആയിട്ട് ചില ഭാഗങ്ങൾ. ഇപ്പം ആർട്ടിക്കിൾ 14 എടുത്തു കഴിഞ്ഞാൽ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയുമായി ബന്ധപ്പെട്ട് AV ഡൈസിയുടെ പ്രൊപ്പൗണ്ടർ എന്നുള്ള രീതിയിൽ AV ഡൈസിയുടെ കുറച്ച് തിയറീസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുമായിരിക്കും. അതുപോലെ ആർട്ടിക്കിൾ 20 എടുത്തു കഴിഞ്ഞാൽ 20(1) 20(2) 20(3) നോ എക്സ്പോസ്ഡ് ഫാക്ടർ ലോ അല്ലെ, അതുപോലെ നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്ന, നോ ഡബിൾ ജിയോപാർഡി എന്ന് പറയുന്ന ഭാഗങ്ങൾ അല്ലെ. അപ്പൊ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്തെടുക്കാവുന്ന ഭാഗമാണ് ഈ 10 മാർക്ക് എന്ന് പറയുന്നത്. 10 മാർക്ക് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഭാഗം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ ഈസി ആയിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നല്ല. പിന്നെ വരുന്നത് ക്രിമിനലിലുള്ള മേജർ സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയർ ലോ. ഇവിടെയാണ് സിലബസ് മാറാനുള്ള സാധ്യത. ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഇവിടെ ഒന്നും സെക്ഷൻസ് എടുത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ ക്വസ്റ്റ്യൻ എക്സാമിന് സെക്ഷൻസ് എടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം സെക്ഷൻ 82ന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതുപോലെ സെക്ഷൻസ് ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ട്, BNS പഠിക്കണോ, BNSS പഠിക്കണോ, BSA പഠിക്കണോ എന്നുള്ളത്.
അത് സിലബസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 100% പറയാൻ പറ്റുള്ളൂ. എന്തായാലും വിത്തിൻ 1 or 2 months നമുക്ക് സിലബസ് പ്രതീക്ഷിക്കാം, ഡീറ്റെയിൽഡ് സിലബസ് പ്രതീക്ഷിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു 1-2 മാസം ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും സിലബസ് വന്നതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. അല്ലാതെ തന്നെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഭാഗം ഒന്ന് നമുക്ക് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ ഭാഗത്തെ സെക്ഷൻസ് ഇപ്പം IPCയിലെ സെക്ഷൻസ് മാത്രം പഠിച്ചു പോയിട്ട് അവസാനം അതല്ല വരുന്നെങ്കിലോ, അപ്പൊ അതിന് കൂടെ തന്നെ കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷെ BNSഉം BNSS ഒക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ സിലബസിൽ വരുന്നില്ല എങ്കിലോ, കഴിഞ്ഞ പ്രാവശ്യം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന എക്സാം, SIയുടെ എക്സാമിന് ഇതുപോലെ CRPC, IPC, എവിഡൻസ് ആക്ട് ഉണ്ട്, സിലബസിലുണ്ട്. ഇത് വന്നതിന് ശേഷം ആണ് എക്സാം നടന്നത്, പുതിയ സിലബസ് വന്നത് കഴിഞ്ഞ ഈ പുതിയ ക്രിമിനൽ ലോസ് വന്നതിന് ശേഷം. എങ്കിൽ കൂടിയും അവരുടെ എക്സാമിന് പഴയ സിലബസ് തന്നെയായിരുന്നു. CRPC ഒക്കെ തന്നെയാണ് കേരള PSC നടത്തിയത്. കേരള PSCയിൽ ഒരു പരീക്ഷയിലും ഇതുവരെയും BNSഉം BNSS ഒന്നും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. അടുത്ത സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഉണ്ട്, അതിലേക്ക് ഇതുപോലെ IPC CRPC ഒക്കെ ഉള്ളതാ. അതിന്റെ സിലബസ് ഇതുവരെയും PSC പുറത്തു വിട്ടിട്ടില്ല. ഒരു പക്ഷേ മാറ്റം വന്നേക്കാം. അതുകൊണ്ട് നമുക്കൊന്ന് പതുക്കെ പഠിച്ചു തുടങ്ങി. നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ പോലും ഇത് പതുക്കെ പഠിച്ചു തുടങ്ങിയാൽ മതി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത് കുറെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഉള്ളതാണ് സിവിൽ ലോ. സിവിൽ ലോയില് അവിടെ സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയർ ലോസ് ഉണ്ട്, അവിടെ കോൺട്രാക്റ്റുകൾ, ടോർട്ട്, അതുപോലെ തന്നെ CPC. ഇത് മൂന്നാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒബ്വിയസ്ലി അവിടെ വരുന്ന പാർട്ണർഷിപ്പ് ആക്ടുകൾ, LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്, അതുപോലെ ലിമിറ്റേഷൻ ആക്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട്, ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സിവിൽ ലോസ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ 10 മാർക്കിനുള്ളിലാണ് ഇതെല്ലാം വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും അവിടെ പഠിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ അനാവശ്യമായിട്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ കേസ് ലോസിന്റെ പിന്നാലെ, നിങ്ങൾ റൂളിങ്ങിന്റെ പിന്നാലെ, ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ്, പൊസിഷൻ എന്താണെന്ന് നോക്കി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസിന് അത് ഗുണം ചെയ്യും. പക്ഷെ എക്സാമിന് വേസ്റ്റേജ് ഓഫ് ടൈം ആവും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നെക്സ്റ്റ് ഈസ് ലോ ഓഫ് എവിഡൻസ്. നമ്മുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മൾ അത് ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ പോലും ആ രീതിയിൽ വേണം നിങ്ങൾ സ്ട്രാറ്റജി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് തരത്തിലുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ആണ് വരിക, ആ പാറ്റേൺ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ലോ ഓഫ് എവിഡൻസ്. എവിഡൻസ് ആക്ട് ഫുള്ള് കംപ്ലീറ്റ്ലി ഉണ്ട്. പ്ലസ് അതിൽ തന്നെയാണ് IT ആക്ടും വരുന്നത്. ലോ ഓഫ് എവിഡൻസിന്റെ 5 മാർക്കിനകത്ത് IT ആക്ടും വരുന്നുണ്ട്. അപ്പൊ IT ആക്ടിനകത്ത് PSC ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. സെക്ഷൻ 66ന്റെ ഭാഗത്ത് 66 ABCD ആ ഭാഗം, അത് 67, അതുപോലെ 67AB ആ ഭാഗങ്ങളൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇനി പറഞ്ഞ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പോലെയുള്ള ഭാഗങ്ങൾ അതിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ 1-2 ക്വസ്റ്റ്യൻസേ IT ആക്ടിൽ നിന്നും വരുള്ളൂ, അതിൽ കൂടുതൽ വരില്ല. ബാക്കിയുള്ളത് എവിഡൻസ് ആക്ട്, 3-4 മാർക്ക് എവിഡൻസ് ആക്ടിൽ നിന്നാണ്. ആ എവിഡൻസ് ആക്ട് ചിലപ്പോൾ ഭാരതീയ സാക്ഷി അധിനിയം ആയേക്കാം. സിലബസ് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദെൻ ലോ ഓഫ് പ്രോപ്പർട്ടി. മറ്റേ അപ്പുറത്ത് സിവിൽ ആക്ടിനകത്തല്ല, ലോ ഓഫ് പ്രോപ്പർട്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നിങ്ങൾ അവിടെ കണ്ടിട്ടില്ല, കണ്ടോ, കോൺട്രാക്ട്, ടോർട്ട്, CPC, ഞാൻ പറഞ്ഞ ലിമിറ്റേഷൻ ആക്ട്, അതുപോലെ സ്പെസിഫിക് റിലീഫ് ആക്ട് ഒക്കെയാണ് അവിടെ വരുന്നത്. ഇവിടെ എത്തുമ്പോൾ ലോ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഭാഗത്താണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, TP ആക്ട് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പൊ TP ആക്ട്, അതുപോലെ ഈസ്മെന്റ് ആക്ടും TP ആക്ട്, പിന്നെ ട്രേഡ് മാർക്ക് ലോസ്, അതല്ല കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ, IPR, ആ ഭാഗങ്ങളൊക്കെ ഈ ലോ ഓഫ് പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ദെൻ അതിന് 5 മാർക്കാണ് വരുന്നത്. അത് അടുത്തത് ലോ റിലേറ്റിംഗ് ടു ലാൻഡ് ആൻഡ് എൻവയോൺമെന്റ്. ഇവിടെ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട്, ഒരു സെക്കൻഡ് എന്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, യെസ്, ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? എനിക്ക് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത ഒരാൾ അഡ്മിറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാ. അപ്പൊ ലോ റിലേറ്റിംഗ് ടു ലാൻഡ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലേബർ ലോ ആണ്. ലേബർ ലോയിലും 5 മാർക്ക്. അപ്പൊ ലോ റിലേറ്റഡ് ടു ലാൻഡ് ആൻഡ് എൻവയോൺമെന്റിനും 5 മാർക്കാണ്. ഇപ്പുറത്തെ ലേബർ ലോയ്ക്കും 5 മാർക്കാണ് വരുന്നത് കേട്ടോ. ദെൻ അതുപോലെ തന്നെ അടുത്ത വരുന്നത് സ്പീഡി ജസ്റ്റിസ്, ലീഗൽ എയ്ഡ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻ എന്ന് പറയുന്ന ഭാഗം. അവിടെ ADR വരുന്നുണ്ട്, പിന്നെ ACST ആക്ട്, അതുപോലെ നാഷണൽ സീനിയർ സിറ്റിസൺസിന്റെ ആക്ട്, അതുപോലെ പോഷ് ആക്ട്, ജൂനിയർ ജസ്റ്റിസ് ആക്ട്, പിന്നെ വുമൻസ് ആക്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡൊമസ്റ്റിക് DV ആക്ട്, പോക്സോ, ഇതെല്ലാം ഈ ഒരു 5 മാർക്കിനുള്ളിലാണ് വരുന്നത്. എല്ലാ ആക്ടിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാനുള്ള ഭാഗം അവിടെ ഇല്ല. എങ്കിലും കുറെ ആക്ടുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു ആക്ട് 5 മാർക്കിന് വന്നിട്ട് ഈ ഒരു ഭാഗം. ഈ പബ്ലിക് ഇന്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് 5 മാർക്കാണ്. പബ്ലിക് ഇന്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് നോർമൽ നമ്മുടെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ LLBയുടെ ഒക്കെ എക്സാമിനുള്ള ഒരു സിലബസ് പോലുള്ള ഒരു സിലബസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം എക്സാമിന് പഠിച്ചിട്ടുണ്ടാവും. അടുത്തത്, അപ്പൊ 70 മാർക്കാണ് ഈ ലീഗൽ ഭാഗത്ത് നിന്ന് നമുക്ക് വന്നിട്ടുള്ളത്. 70 മാർക്ക്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ
കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് പോലും നമുക്ക് കിട്ടിയിരുന്ന 60 സംതിങ് മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ മാർക്ക് ഇന്റർവ്യൂ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു 73-74 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആ 61 മാർക്ക് അങ്ങനെയാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് എക്സാമിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ എക്സാമില് 70 മാർക്ക് ലീഗിൽ മാത്രമാണ് കേട്ടോ. ആ ലീഗിൽ നിന്ന് കിട്ടാവുന്നതിന് മാക്സിമം നമ്മൾ വാങ്ങിയെടുക്കാൻ ശ്രമിക്കണം. ഈ 20 മാർക്ക് അത് കഴിഞ്ഞാൽ വരുന്ന 20 മാർക്ക് ഇംഗ്ലീഷാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് 20 മാർക്ക്. കാരണം ഈ 20 മാർക്ക് പെർഫെക്റ്റ്ലി PSC ആണ്. സാധാരണ ഏതൊക്കെ PSC എക്സാമിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ അതേ ഓർഡറിൽ അതേ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും ഇത്രയും ടോപ്പിക്കുകളാണ്. സെയിം സിലബസ് ആണ്. സെക്കൻഡറി ടെസ്റ്റ് ആയിക്കോട്ടെ, നോർമൽ LDC ആയിക്കോട്ടെ, എല്ലാ എക്സാമുകളും വരുന്ന സെയിം സിലബസ് ആണ് 20 മാർക്ക്. നമ്മൾ ഓൾറെഡി PSCക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഓൾറെഡി നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് നമുക്ക് അഡ്വോക്ക് ലേണിംഗിനകത്ത് എടുക്കുന്നത് അൺഅക്കാദമിക്കകത്തെല്ലാം ഫേമസ് ആയിട്ടുള്ള ഒരു നൗഫൽ അലി എന്ന് പറയുന്ന സാറാണ്. നൗഫൽ അലി സാറും അതുപോലെ തന്നെ എൻട്രി ആപ്പിനകത്ത് ഫേമസ് ആയിട്ടുള്ള അനില എന്ന് പറയുന്ന മിസ്സും, ഇവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ട് നമുക്ക് ഓൾറെഡി ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് ക്ലാസ്സുകളും അതിന്റെ നോട്ടും പ്രാക്ടീസ് ടെസ്റ്റുകളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് തരും. അപ്പൊ 20 മാർക്ക് അവിടെ ഗ്രാബ് ചെയ്യാന്ന് പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടില്ല. ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ 20-ൽ 18 മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യും. ഇവിടെയാണ് നിങ്ങൾ റാങ്ക് മേക്കിംഗ് ഭാഗം വരുന്നത്. ഇതിൽ 20-ൽ 18 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ലീഗൽ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രമിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നല്ല രീതിയിൽ ഉണ്ടാവണം. ദെൻ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് GK ആണെങ്കിലും അവിടെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, റിനൈസൻസ് ഇൻ കേരള, ഫ്രീഡം മൂവ്മെന്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് GK എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. മല പോലെ എടുക്കുകയാണ് GK. എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ജനറൽ നോളേജ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉള്ളതുകൊണ്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. പ്രത്യേകിച്ച് PSC യുടെ ഒരു കാര്യം പറഞ്ഞിരുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു. ഇത് എല്ലാ സിലബസിലുള്ള കേട്ടോ. അതായത് ഈ ടോപ്പിക്കിൽ പറയാത്ത ഏത് ഭാഗത്തു വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്ത് ഭാഗത്ത് വേണമെങ്കിലും ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് വളരെ റയർ ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് വന്നാലും വന്നു. ബാക്കിയെല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് PSC ചോദിക്കുന്നത്. സോ 10 മാർക്ക് GK, 20 മാർക്ക് ഇംഗ്ലീഷ്, 70 മാർക്ക് ലീഗൽ. ഇതാണ് നമ്മുടെ സിലബസ്. ലീഗൽ മാത്രം പഠിച്ചു പോവുക എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. കാരണം ഇംഗ്ലീഷിൽ നിന്നും GK നിന്നും കിട്ടുന്ന മാർക്കെല്ലാം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മാർക്കാണ്. നമ്മുടെ റാങ്ക് മേക്കിംഗ് മാർക്കുകൾ എന്ന് പറയാം. അവിടെ നിന്നുള്ള മാർക്കും മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അതെല്ലാം ബോണസുകളാണ്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരെ ഭൂരിഭാഗം ആൾക്കാരും PSC പ്രിപ്പയർ ചെയ്യാത്തവരാ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാം. നമ്മുടെ അഡ്വക്കേറ്റ് ഫ്രണ്ടൻഡിറ്റിയിലെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് PSC കാര്യമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നവര്. ഭൂരിഭാഗം വരും PSC പ്രിപ്പയർ ചെയ്യാത്തവരോ അല്ലെങ്കിൽ സമയമില്ലാത്തതുകൊണ്ടോ മറ്റൊക്കെ ആയിട്ട് അതിനുവേണ്ടി സമയം കണ്ടെത്താത്തവരാണ്. അപ്പോ നമുക്കിടയിൽ മറ്റ് ജനറൽ PSC എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിയിരിക്കുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ അവരോടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, നമുക്കിടയിലുള്ള കോമ്പറ്റീഷനാണ്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ ഏറ്റവും നന്നായിട്ട് GKയും ഇംഗ്ലീഷും ഹാൻഡിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ളത് ഇപ്പൊ ഒരു പ്രശ്നമല്ല. പക്ഷെ 10 മാസം സമയമുണ്ട്. ഈ 10 മാസത്തിനുള്ളിൽ പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. കാരണം സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് കാരണം ഇതൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ ഗോട്ട് ഇൻസ്പിറേഷൻ ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രിയാമ്പിൾ വന്നിട്ടുള്ളത്? US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അതുപോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ പലതും നോക്കി കഴിഞ്ഞാൽ ഞാൻ കുറച്ചും പറഞ്ഞ AV ഡൈസിലെ റൂൾ ഓഫ് ലോ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് റൂൾ ഓഫ് ലോയിൽ വരുന്നത്, ആർട്ടിക്കിൾ 14 ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അല്ലാതെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ PSC യുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ അസെഷൻ റീസൺ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. അതായത് ഈ ഒരു ടൈപ്പ് കണ്ടോ, 36 ക്വസ്റ്റ്യൻ കണ്ടോ. അതായത് ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിലെ ഏതൊക്കെ സെനാരിയോസ് നമുക്ക് വരാം, ശരിയാവാം, തെറ്റാവാം എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ആൻസർ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ വന്നിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോൾ അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻസ് അണ്ടർ ദ എവിഡൻസ് ആക്ട് 1872. പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻസിൽ വരുന്നത് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടോന്നുണ്ട്. ഇതിൽ ഏതൊക്കെ വരാം, ജസ്റ്റ് 4 ഓപ്ഷൻസ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറയല്ല, ഇതിൽ ഏതൊക്കെ വരാം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇവിടെയും അടുത്ത ക്വസ്റ്റിനകത്തും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഡയറക്ട്ലി നമ്മുടെ ബെയറാക്റ്റിൽ നിന്നും തന്നെയാണ് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും വരുന്നത്. അല്ലാതെ ഒരുപാട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വളരെ റയർ ആയിട്ടാണ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഡയറക്ട്ലി നമ്മുടെ ബെയറാക്റ്റിൽ നിന്നുമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പഴയ സ്ലൈഡിലേക്ക് മാറാണ്. യെസ്,
അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. ദെൻ ഹൗ ടു ക്രാക്ക് എന്നുള്ളതാണ്. ഹൗ ടു ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ മോട്ടിവേഷൻ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത്, അത്യാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ. കാരണം പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നിങ്ങൾ കണ്ടിരുന്നോ, ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നു, കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്നു. എന്തുകൊണ്ട് അവർ കുറച്ചു പേര്, എന്താണ് അതിന് ഡിഫറൻസ്? ആ കുറച്ചു പേര് എന്ത് എക്സ്ട്രാ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മന്ത്ര എന്ന് പറയുന്നത് റിവിഷനാണ്. റിവിഷൻ 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 ഇത് തന്നെയാണ്. അല്ലാതെ നമ്മുടെ മനസ്സിനകത്ത് ഒരു പോയിന്റ് നമ്മുടെ തലയിൽ നിൽക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം, കാരണം നിങ്ങൾ LLB പഠിച്ചുള്ള ആൾക്കാരാണ് അല്ലെ. നമ്മള് പ്രാക്ടീസിൽ നിന്ന് കുറച്ചാൾ മാറി നിന്ന് കഴിഞ്ഞാൽ തന്നെ പല സെക്ഷൻസും സ്ഥിരമായി നമ്മൾ കോടതിയിൽ പോയി പറഞ്ഞുകൊണ്ടിരുന്ന പല സെക്ഷൻസും ചിലപ്പോൾ നമുക്ക് ഡൗട്ടായി വരും. കാരണം അത് പക്ഷെ അന്ന് നിങ്ങൾ റെഗുലർ ആയിട്ട് കോടതിയിൽ പോകുന്ന സമയത്ത് റെഗുലർ ആയിട്ട് ഒരു പെർട്ടിക്കുലർ കോടതിയിൽ ഇരുന്ന പെർട്ടിക്കുലർ കേസുകൾ കാണുന്ന ഒരാൾക്ക് അതുമായി റിലേറ്റ് ചെയ്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളറിയാതെ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ റിവിഷനാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും ഏറ്റവും വലിയ വിജയമന്ത്ര എന്ന് പറയുന്നത്. റിവിഷൻ വളരെ മസ്റ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഏതൊക്കെ സമയത്ത് റിവൈസ് ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം റിവൈസ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം കിട്ടട്ടെ, നാളെ രാത്രി 8 to 9 പഠിക്കാം, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് 6 മണി മുതൽ 7 മണി വരെ പഠിക്കാം, 8 മണി വരെ പഠിക്കാം. അങ്ങനെയല്ല പ്ലാൻ ചെയ്യേണ്ടത്. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്ലാൻ ചെയ്യേണ്ടത് ഓരോ മിനിറ്റും എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് മിനിറ്റ് എങ്ങനെ പഠിക്കാം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ വേണം, അത്രയും ഇതൊക്കെ വേണം, നമുക്ക് വേണം. കാരണം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ എത്ര വേക്കൻസികളുണ്ട്, എത്ര പേര് കോമ്പറ്റ് ചെയ്യുന്നുണ്ട്, ആ ആദ്യത്തെ കുറച്ചു പേരിലേക്ക് നമ്മൾ എത്തണ്ടേ. ആ ആദ്യത്തെ കുറച്ചു പേരിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ആദ്യത്തെ കുറച്ചു പേരെ പോലെ തന്നെ പഠിക്കണം. അല്ലാതെ ആദ്യത്തെ നന്നായിട്ട് പഠിക്കുന്ന ഒരു 10-50 പേര് അവരെങ്ങനെയും പഠിക്കണം, ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ 50 പേരിലേക്ക് എത്താനല്ലേ നമ്മൾ ശ്രമിക്കണ്ടേ. നമ്മൾ ആദ്യത്തെ ടോപ്പറിലേക്ക് എത്താനല്ലേ ശ്രമിക്കണ്ടേ. കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റുകൾ നിങ്ങൾക്ക് ടൈം ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഫഷന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ടൈം ഇല്ല എന്നുള്ളതാണ്. ആ ടൈം നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം? രാവിലെ ഇപ്പൊ എണീക്കുന്ന ആള് കുറച്ച് സമയം നേരത്തെ എണീക്കാൻ പറ്റുമോ? നമുക്ക് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ലീഗൽ അസിസ്റ്റന്റിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ സമയം അതിരുന്ന് പഠിക്കുക. ഓഫീസിൽ ഇരുന്നിട്ട് നമുക്ക് പഠിക്കാൻ സമയം കിട്ടും, കോടതിയിൽ ഇരുന്ന് നമുക്ക് പഠിക്കാൻ സമയം കിട്ടും. അങ്ങനെയുള്ള സമയങ്ങൾ അതിന് ഞാൻ പറഞ്ഞതുപോലെ 5-10 മിനിറ്റ് വേണമെന്നില്ല, 1 മിനിറ്റ് മതി. ഒരൊറ്റ മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചെത്തിക്കാം. ഒരൊറ്റ മിനിറ്റ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ സെക്ഷൻസ് എല്ലാം ഓരോ മിനിറ്റുകളിലും നമുക്ക് വായിക്കാവുന്ന സാധനം. അത് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കാം. നമ്മൾ കോടതി വരാന്തയിൽ പോകുന്ന സമയത്ത് നിയമമല്ലേ നമ്മൾ പഠിക്കുന്നത്, ഒരിക്കലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല. നമ്മളൊരു സെക്ഷൻ നമ്മുടെ മനസ്സിലിട്ട് ആ സെക്ഷൻ നമ്മൾ ആലോചിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഓരോരോ സെക്ഷനുകളും മിക്കവാറും ആൾക്കാർ പ്രൊഫഷന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ പലരും ദൃഢപ്രതിജ്ഞ ഒക്കെ എടുത്തിട്ടുണ്ടാവും. എല്ലാ ദിവസവും ഒരു സെക്ഷൻ പഠിക്കണം, അല്ലെങ്കിൽ എല്ലാ ദിവസവും 2 സെക്ഷനെങ്കിലും ഞാൻ പഠിച്ചു പോകണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആവാറുണ്ട് എന്നുള്ളതാണ് സ്വയം ചിന്തിക്കേണ്ട കാര്യം. അവിടെ സെൽഫ് മോട്ടിവേഷൻ എവിടേക്കോ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. 100% നമ്മൾ വളരെ സ്ട്രെങ്തോടു കൂടി നമുക്കിത് കിട്ടിയേ പറ്റൂ എന്ന് ആലോചിച്ചിരിക്കുക. നമ്മൾ എൻറോൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഉണ്ടായ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഒരു നിമിഷത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ സന്തോഷം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ കുറച്ചു മുമ്പ് കാണിച്ചത് അഡ്വൈസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക എന്നുള്ളത്. നിങ്ങൾ ലീഗൽ അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ അഡ്വൈസ്, PSCയുടെ അഡ്വൈസ് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് നമുക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെന്ന് നമുക്കിനി ഈവൻ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് പോലുള്ള എക്സാം ആണെങ്കിൽ പോലും നമ്മൾ ലീഗൽ അസിസ്റ്റന്റ് ആയിട്ട് കയറിയിട്ടാണെങ്കിലും ബൈ ട്രാൻസ്ഫർ എക്സാം എഴുതിയിട്ടാണെങ്കിലും നമ്മൾ ആ പവറിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു സന്തോഷവും നമ്മൾ വിജയിച്ചു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ഇല്ലേ. അത് നമ്മൾ ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു നിമിഷത്തെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാലേ നമുക്ക് രാവിലെ നേരത്തെ എണീക്കാനും നേരം വൈകി എടുക്കാനും ഈ പറയുന്ന 5 മിനിറ്റുകളും 10 മിനിറ്റുകളും എല്ലാം 1 മണിക്കൂർ 2 മണിക്കൂറുകളാക്കി മാറ്റാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് സെൽഫ് മോട്ടിവേഷൻ വേണം. 100% അതിന് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക തന്നെ വേണം, ഉറപ്പായിട്ടും. ഇപ്പൊ നിങ്ങൾ സിലബസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് എക്സാമിനൊക്കെ വരുന്ന ഭാഗങ്ങളാണ്. നിങ്ങൾ ഒരു ഈ ടൈപ്പ് ഓഫ് എക്സാമിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് പോലെയുള്ള എക്സാമുകൾക്ക്
സൈഡിലൂടെ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ സൈഡിലൂടെ മെയിൻ ആയിട്ട് അത് കിട്ടുന്നല്ല ഞാൻ പറയുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് റൂൾസ് ഓഫ് പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ സിലബസിലെ റൂൾസ് ഓഫ് പ്രാക്ടീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ എങ്കിൽ കൂടി നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഇതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കോമ്പറ്റിറ്റീവ് എക്സാമിന്റെ സ്പിരിറ്റിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അത് കുറച്ച് ഭയങ്കര എഫേർട്ടുള്ള കാര്യം തന്നെയാണ്. 100% ഉറപ്പായിട്ടുള്ള കാര്യം. കാരണം എനിക്ക് എൻ്റെ ഒരു പ്രിപ്പറേഷന്റെ സമയത്ത് ഞാൻ ഈ പറഞ്ഞ PSC എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എഫേർട്ട് എനിക്കറിയാം. ഞാൻ എത്രത്തോളം ഫംഗ്ഷനുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അറിയാം. എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ചെലവഴിക്കേണ്ട ഒരുപാട് സമയങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ ആയാലും നമ്മൾ അതൊക്കെ ചെയ്തെങ്കിലും ആ സമയത്തൊക്കെ കുറെ ഫ്രണ്ട്സിൽ നിന്നും ഫാമിലി മെമ്പേഴ്സിൽ നിന്നും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ വിഷമങ്ങളും വേറെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടിയും ആഫ്റ്റർ ഓൾ നമുക്ക് ആ അഡ്വൈസ് കിട്ടി നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത്, ഞാൻ യൂണിഫോംഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അന്ന് യൂണിഫോംഡ് പോസ്റ്റിൽ കയറിയത് കൊണ്ട് തന്നെ നമ്മൾ ആ യൂണിഫോമില് നമ്മൾ ക്യാപ്പൊക്കെ വെച്ച് ജോലിക്ക് അങ്ങോട്ട് കയറിയ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. ജീവിതകാലം മുഴുവൻ മോട്ടിവേറ്റഡ് ആവാൻ ഇത് മാത്രം മതി നിങ്ങൾക്ക്. സോ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഹൗ ടു ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവണം, പ്രിപ്പറേഷൻ റിവിഷൻ വേണം. വെറുതെ പഠിച്ചു മാത്രം പോയിട്ട് കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഡെയിലി എന്താണ് പഠിക്കുന്നത് അത് അന്ന് തന്നെ റിവൈസ് ചെയ്യാം. വീക്കെൻഡിൽ എന്ത് പഠിക്കുന്നത് അത് വീക്കെൻഡിൽ, ഒരു വീക്കിൽ പഠിച്ചതെല്ലാം ആ വീക്കെൻഡിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഒരു മാസം പഠിച്ചതെല്ലാം മന്ത് എൻഡിൽ റിവൈസ് ചെയ്യുക. ദിസ് ഈസ് എ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി നിങ്ങൾ റിവൈസ് ചെയ്ത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ഒരു വേക്കൻസി മാത്രമുള്ള പോസ്റ്റിലേക്ക് ഒരാൾ ജോലിക്ക് കയറുന്നുണ്ട് ഇല്ലേ, അത് 1ാം റാങ്കുകാരനായിരിക്കും അല്ലെ. ആ 1ാം റാങ്ക് കിട്ടുന്നുണ്ട് ഒരാൾക്ക്. എല്ലാ വർഷവും എല്ലാ എക്സാമുകൾക്കും പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഉണ്ടെങ്കിലും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും 1ാം റാങ്കും 2ാം റാങ്കും 3ാം റാങ്കും ഒക്കെ ഉണ്ട്. നമ്മൾ എന്തിനാണ് കട്ട് ഓഫിന്റെ അറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? നമുക്ക് എത്ര പോസ്റ്റ് വേണം? നമുക്ക് ഒരൊറ്റ പോസ്റ്റ് മതി, ഒറ്റ വേക്കൻസി മതി. നിങ്ങൾ എന്തിനാണ് ഒരുപാട് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ബോധറിയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരൊറ്റ വേക്കൻസി ആണെങ്കിൽ ആ ഒരൊറ്റ വേക്കൻസി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിൽ ആദ്യത്തെ ആളായിട്ട് കയറുക എന്നുള്ളത്, അല്ലാണ്ട് അവസാനത്തെ ആളായിട്ട് കാത്തിരുന്ന് 3ാമത്തെ റാങ്ക് ലിസ്റ്റ് കഴിയുന്ന സമയത്ത് 3ാമത്തെ വർഷത്തിലെ എത്തുന്ന സമയത്ത് കയറുക എന്നുള്ളതല്ല. ആദ്യ അഡ്വൈസിന്റെ ലിസ്റ്റുകളിൽ നമ്മൾ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ ശ്രമിക്കുക. ദെൻ ലെറ്റ്സ് ഡിസ്കസ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ആയിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവും. ഞാൻ ചാറ്റ് ബോക്സ് ആണ് നോക്കുന്നത്. കാരണം കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഡിസ്ട്രക്റ്റഡ് ആവും പലർക്കും. അത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഡിസ്കഷൻ ടൈമിൽ എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഡൗട്ടുകൾ പലരും ചോദിക്കും, മറ്റു പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് നിങ്ങൾ ഡിസ്കഷനും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുമോ നോക്കാം. നിമിത ചോദിച്ചിട്ടുണ്ട് ജോബ് റോൾ എങ്ങനെയാണ്? ജോബ് റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്, ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ സെക്രട്ടേറിയറ്റിനകത്തുള്ള ലീഗൽ ആയിട്ടുള്ള, അതായത് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ ഭരണവുമായി ഭരണ സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. ആ സെക്രട്ടേറിയറ്റിൽ ലീഗൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ലീഗൽ അസിസ്റ്റന്റുമാർക്കാണ്. അത്തരത്തിലുള്ള ലീഗൽ ഡിപ്പാർട്ട്മെന്റിനാണ്. അവിടെയുള്ള പുതിയ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, ഡ്രാഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ പണി ഒരുപാടുണ്ട്. അപ്പോൾ ലീഗൽ ഫീൽഡ് തന്നെയാണ്. അല്ലാതെ മറ്റ് ബാങ്കുകളിലൊക്കെ ചിലപ്പോൾ ലീഗൽ പോസ്റ്റുകളിൽ കയറിയതിനു ശേഷം അവിടെ എത്തുന്ന സമയത്ത് KYCയിലൊക്കെ പോയിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ പക്കാ ലീഗൽ പ്രൊഫഷൻ ആയിരിക്കും. അതിൻ്റെതായുള്ള റെസ്പെക്റ്റുകളെല്ലാം സെക്രട്ടേറിയറ്റിൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ദെൻ നെക്സ്റ്റ് ഞാൻ ഓരോന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ അയച്ചിട്ടുള്ളൂ. സർ വെൻ ദ കോച്ചിങ് ക്ലാസ് ഷുവർ കമന്റ്സ്. ആൽവിൻ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൺഡേ ആണ്, നെക്സ്റ്റ് മൺഡേ ആണ്. അതിനുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമുക്കൊരു റണ്ണിങ് ആപ്പ് ഉണ്ട്. അതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ. അത് മാറ്റി ഞാൻ ഫസ്റ്റ് നമ്മുടെ ഒരു ഡിസ്കഷനിൽ ഇവിടെ ഒരു ആപ്ലിക്കേഷന്റെ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ആപ്പ് കംപ്ലീറ്റ്ലി ബിൽഡ് ആയി. ഇപ്പോൾ കംപ്ലീറ്റ്ലി ബിൽഡ് ആയിട്ടുണ്ട്. അതിന് ഫൈനൽ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൺഡേയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് രന്ദീപിയർ, സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുമോ? നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കോഴ്സ് ഫുൾ ക്ലാസ്സസ് ആയിട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് പോലെയുള്ള ക്ലാസ്സുകൾക്കെല്ലാം നോട്ടുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. അല്ലാതെ ഇതിനകത്തുള്ള ബാക്കി നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൺ പ്രോസസ്സാണ്. നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. എഴുതിയെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളത് വായിച്ചുകൊണ്ട് എഴുതുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ നോട്ട് സ്വയമായിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്ത് തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ പ്രിപ്പയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ നല്ല സ്ട്രാറ്റജി അല്ല.
കാരണം അത് നമ്മൾ പ്രിന്റ് എടുത്ത് പഠിക്കുന്നതും എഴുതി ഒരു ക്ലാസ് കിട്ടി നോട്ട് എഴുതി പഠിക്കുന്നതും രണ്ടും രണ്ടാണ്. നോട്ട് എഴുതി പഠിക്കുമ്പോൾ സമയത്താണ് നമ്മുടെ റിവൈസ് നമ്മുടെ മനസ്സിൽ നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ മെറ്റീരിയൽസ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെഗറ്റീവ് മാർക്ക് എങ്ങനെയാണ് സർ? നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ PSC പോലെ ഒരെണ്ണം ശരിയായി കഴിഞ്ഞാൽ 1 മാർക്ക്, തെറ്റിക്കഴിഞ്ഞാൽ 1/3 മാർക്കാണ് കുറയും. 1/3 മാർക്ക് മൈനസ് ആവും. ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ 1/3. ഫോർ എക്സാമ്പിൾ 4 എണ്ണം നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പൊ 4 എണ്ണത്തിൽ ഒരെണ്ണം ശരിയായി എന്ന് വിചാരിക്കുക. ഒരെണ്ണം ശരിയായി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 1 മാർക്ക് കിട്ടി. പിന്നത്തെ 3 എണ്ണം നിങ്ങളെ തെറ്റി, അറ്റൻഡ് ചെയ്ത് തെറ്റി. അറ്റൻഡ് ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ല, ആ മാർക്ക് കൂടുതലോ കുറയില്ല. അറ്റൻഡ് ചെയ്തിട്ട് തെറ്റിയപ്പോ എന്തായി? 1/3 വീതം 3 ക്വസ്റ്റിന്റെയും നെഗറ്റീവ് വന്നപ്പോ ആ കിട്ടിയ 1 മാർക്ക് പോയി. ശരിയല്ലേ? 1 മാർക്ക് കിട്ടി, അപ്പുറത്ത് 1/3 നെഗറ്റീവ്, 1/3 നെഗറ്റീവ്, വീണ്ടും 1/3 നെഗറ്റീവ്, 3 1/3 ചേരുമ്പോൾ 1 മാർക്ക്. അപ്പോ ആ 1 മാർക്ക് കിട്ടിയത് പോയി എന്ന് അതിന് സാരം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ആൻസർ ചെയ്യാൻ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റും. ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സ് പ്രാക്ടീസ് വേണം എന്നുണ്ടോ? സഞ്ജന, അങ്ങനെയില്ല. നമുക്ക് LLB വേണം, അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്യണം. ഇത്ര മാത്രമേ നമ്മുടെ ലീഗൽ അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഉള്ള ലിസ്റ്റ് വാലിഡിറ്റി റിസൾട്ട് എക്സ്പെക്ട് ചെയ്താൽ മതിയോ? അതെ, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരിക നമുക്ക് അടുത്ത 2026 മെയ് 16 പ്രതീക്ഷിച്ചാൽ മതി. കാരണം അപ്പോഴത്തേക്ക് ആവുള്ളൂ. കാരണം ഒക്ടോബർ ടു ഡിസംബർ ഈ വർഷം അവസാനമാണ് നമ്മുടെ എക്സാം. അത് കഴിഞ്ഞ് അതിന്റെ മാർക്ക് നോക്കിയതിന് ശേഷം വേണം ഇന്റർവ്യൂ വിളിക്കാനും ഇന്റർവ്യൂ നടത്താനും. അടുത്ത വർഷം ഒരു മാർച്ച് ഏപ്രിലോട് കൂടിയിട്ടായിരിക്കും ഇന്റർവ്യൂ. അതും കൂടി കഴിഞ്ഞ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഈ ഒരു ടൈം ആയി, മെയ് ആയി. ഓക്കെ, അടുത്ത മെയ് മാസം 2026 മെയ്യിലായിരിക്കും റാങ്ക് ലിസ്റ്റ് വരിക. ഈസ് ദർ എ ഗൈഡ് അവൈലബിൾ? ഹൃദയ, ആക്ച്വലി ഗൈഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗൈഡ് 2015 ഗൈഡൊക്കെയാണ്. 2015 ലീഗൽ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള ഗൈഡൊക്കെയാണ് ഇപ്പൊ അവൈലബിൾ ഗൈഡായിട്ട് ഞാൻ കണ്ടത്. പക്ഷെ അത് പോരാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മാത്രമല്ല ഇപ്പൊ കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആയി. PSC 2020 ശേഷം, 2021 ശേഷം, മോർ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ 2021 ശേഷം എല്ലാ PSC എക്സാമുകളും ചേഞ്ച് ആയി. എല്ലാ സിലബസുകളും മാറി. എല്ലാ ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് മാറി. PSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസും മറ്റു കാര്യങ്ങളെല്ലാം മാറി. അപ്പൊ അത് കാരണം പുതിയൊരു ഒരു ഗൈഡ് ഇറക്കുക എന്ന് പറഞ്ഞാൽ പുതിയ സിലബസ് ഇതുവരെ വരാത്തത് കൊണ്ട് സിലബസ് ഇതുവരെ ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ബുക്ക്, ഒരു ഗൈഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഗൈഡ് നല്ലതായിരിക്കും എന്ന് തോന്നുന്നില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് കുറെ മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത്രയും പ്രൂഫ് റീഡ് ചെയ്യാനുള്ള ടൈമും മറ്റൊക്കെ ഇപ്പൊ അത് പ്രിന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുമെന്ന് പോലും സംശയമാണ്. ഇനി കഴിഞ്ഞ എക്സാം ഹാർഡ് ആയിരുന്നോ ഈസി ആയിരുന്നോ? കഴിഞ്ഞ എക്സാം ഒരു മീഡിയം എന്ന് പറയാം. ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫ് ആയിട്ടുണ്ട്, പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആണ്. കുറച്ച് മുമ്പ് സ്വാതി കണ്ടില്ലേ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചപ്പോ അവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ടഫ് ആയിട്ടുള്ള ഭാഗങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മീഡിയം എന്നുള്ള പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയാൻ, നിങ്ങൾ എക്സാം ടഫ് ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എക്സാം എത്ര ടഫ് ആയാലും കുഴപ്പമില്ല, വളരെ പോസിറ്റീവായിട്ട് എക്സാം എഴുതുക. കാരണം എന്താ, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ടഫ് ആണെങ്കിൽ നമ്മളെ പോലെ പ്രിപ്പയർ ചെയ്തവരോ നമ്മളെക്കാൾ കുറവ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ എക്സാം എഴുതുന്നത്. അവർക്കെല്ലാം ടഫായിരിക്കും. നമുക്ക് ടഫാണെങ്കിൽ അവർക്കും ടഫായിരിക്കും. ഒരാൾക്ക് മാത്രമായിട്ട് ഈസി ആവില്ല. മനസ്സിലാകുന്നുണ്ടോ? സോ ആ ഒരു മൈൻഡോടുകൂടി, ആ പോസിറ്റീവ് മൈൻഡോടുകൂടി നിങ്ങൾ കണ്ടാൽ മതി. ടഫ് ആണോ ഈസി ആണോ എന്നുള്ളതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. നിങ്ങളുടെ എഫേർട്ടിൽ മാക്സിമം എത്രത്തോളം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ശില്പ കേസ്, ഹായ് സർ, എൻറോൾമെന്റ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അത് ഓക്കെ ആണോ? ഒരു കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യണമെന്ന് ഇവിടെ പറയണില്ല. എൻറോൾ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വൽ പ്രാക്ടീസ് വേണം, ഇത്ര നാളത്തെ പ്രാക്ടീസ് വേണം എന്നൊന്നും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. ഏജ് ലിമിറ്റ് ഉണ്ടോ? യെസ്, ചാന്ദിനി ഏജ് ലിമിറ്റ് ഉണ്ട്. 18 വയസ്സ് മിനിമം. മാക്സിമം ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിക്ക് 37. ഞാൻ പറഞ്ഞില്ല അല്ലെ? ജനറൽ കാറ്റഗറി, വെരി ഗുഡ്, ചോദിച്ചത് നന്നായി. ഏജ് ലിമിറ്റ് മാക്സിമം 18 to 37 ആണ്. ഇതിൽ തന്നെ OBC കാറ്റഗറിക്ക് ആണെങ്കിൽ 3 വർഷം കൂടി എക്സാം എഴുതുക, അതായത് 40 വയസ്സ് വരെ ഉണ്ട്. SC ST കാറ്റഗറിക്ക് ആണെങ്കിൽ 5 വർഷം കൂടി പ്ലസ് 5 വർഷം കൂടി സമയമുണ്ട്. അതായത് 42 വയസ്സ് വരെ എക്സാം എഴുതും. നോർമൽ PSC 36 ആണ് ജനറൽ ലിമിറ്റ്. പക്ഷെ ലീഗൽ അസിസ്റ്റന്റ് 37 വയസ്സ് വരെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ശില്പ കേസ്, അനിൽ കെ നായർ പോലെയുള്ള ഗൈഡ് ബുക്സ് മതിയാകുമോ ഓർ സ്റ്റാൻഡേർഡ് ബുക്സ് വേണ്ടി വരുമോ? ശില്പ, അത് നമുക്ക് 100% അങ്ങനെ പറ്റില്ല എന്നോ പറ്റുന്നോ പറയാൻ പറ്റില്ല. കാരണം അനിൽ കെ നായരുടെ ബുക്കുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റിയുടെ എക്സാം അവരുടെ സിലബസിനനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്.
അവിടെ പലപ്പോഴും അനിൽക്കനാരുടെ ബുക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പലപ്പോഴും സെക്ഷനുകൾ ചിലപ്പോൾ ആ സെക്ഷന്റെ ഓർഡറിൽ പാരഗ്രാഫുകളായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവും. പക്ഷെ ആ സെക്ഷനിലാണ് ഇന്ന കാര്യം പറയണേ എന്ന് പലപ്പോഴും മിസ് ചെയ്യാറുണ്ട്. കാരണം മെയിൻ എക്സാമിന് ചിലപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് അത് മതി എന്നുള്ളത് കൊണ്ടായിരിക്കാം. അത് പോരാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതിനർത്ഥം കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് ബുക്സ് കംപ്ലീറ്റ് വായിച്ച് തറവായിട്ട് മനസ്സിലാക്കണമെന്നുള്ളതല്ല. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം ഇവിടെ ഇപ്പൊ ഇത് IPC ബാക്ക്ഗ്രൗണ്ട് സോറി. അപ്പൊ IPC വലിയ ബുക്കുകളുണ്ട്. അപ്പൊ ബസുവിന്റെ ബുക്കാണത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ SP ത്യാഗിയുടെ CRPC 2 വോള്യത്തിലുള്ള ബുക്കുണ്ട്, പുതിയ ബുക്കുണ്ട്, BNSS ഒക്കെ ആയിട്ട് ക്രിമിനൽ ട്രയൽ എന്ന് പറയുന്ന ബുക്കുണ്ട്. അപ്പൊ അതെല്ലാം പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് പോസിബിൾ അല്ല. കാരണം അത്രയും വലിയ ബുക്ക് വായിച്ച് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ബെയർ ആക്ടിനെയാണ്. എന്റെ ഒരു അഭിപ്രായം നിങ്ങൾ ബെയർ ആക്ട് നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നാണത് ബെയർ ആക്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അടുത്ത സ്വാതി കൃഷ്ണ, ഡെയിലി പ്രിപ്പറേഷൻ GK CA ലോ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് ആണോ നല്ലത്? ഡെയിലി നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും GK CAയും ലോയും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് പോണതാണ് നല്ലത്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ക്ലാസ്സിനകത്ത് ഞങ്ങൾ ഡെയിലി ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി പഠിക്കാനുള്ള സ്ലൈഡുകൾ തരും. അതിൽ നിന്നുള്ള ടെസ്റ്റ് ഉണ്ടാവും ഡെയിലി. അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ റെക്കോർഡഡ് ക്ലാസ്സും അതിന്റെ റിവിഷൻ ടെസ്റ്റും ഉണ്ടായിരിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തുള്ള സ്ലൈഡ് ഉണ്ടാവും. ഡെയിലി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള PSC സ്ഥിരമായി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് രീതിയിൽ നിന്നുകൊണ്ടുള്ള കറണ്ട് അഫയറും അതിന്റെ സ്ലൈഡുകളും ടെസ്റ്റും നമുക്ക് ഡെയിലി ബേസിസിൽ നമ്മൾ തരും. ഇത് കൂടാതെയാണ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ലീഗൽ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആ ലൈവ് ക്ലാസിന്റെ റെക്കോർഡുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഈ ഒരു മിക്സ്ചറാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ ഒരു മിക്സ്ചർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി ഞാൻ അഡ്വോക്കിൽ പഠിക്കണമെന്ന് 100% ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താൻ യാതൊരു കുഴപ്പമില്ല. പക്ഷെ മെന്റർ ഇല്ല എങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇതെല്ലാം കണ്ടുപിടിക്കണം. ഇത് ഏത് ഭാഗത്തുനിന്ന് ചോദിക്കും, ഈ ആക്ടിൽ ഏത് ഭാഗം പഠിക്കണം, കഴിഞ്ഞ വർഷം ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടോ, ഇതെല്ലാം നിങ്ങൾ അത് മനസ്സിലാക്കി അനലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് സമയം വെറുതെ പോകും. ആ സമയം കൂടി നിങ്ങൾക്ക് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. Anjana M. Ghosh, MA Ghosh. I have added the qualifications, but still showing eligible to apply using equivalent വെച്ച് അപ്ലൈ ചെയ്യാമോ? അതെ, അപ്ലൈ യൂസിങ് ഈക്വാലന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ഓൾറെഡി ഈ രണ്ടും ആഡ് ചെയ്ത്, LLB ആഡ് ചെയ്തു, എൻറോൾഡ് ആസ് അഡ്വക്കേറ്റ്, ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ യൂസിങ് ഈക്വാലന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് വരുന്നെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ പുതിയ ആപ്പിൽ മോക്ക് ടെസ്റ്റ് ഓപ്ഷൻ ഉണ്ടാകും. ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഇവിടെ ഈ സൈഡിൽ ഈ ആപ്പിന്റെ ഈ മൂലയിൽ കണ്ടു നിങ്ങൾ, ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഫ്രീ ടെസ്റ്റാ. അത് നമുക്ക് PSCക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്കല്ല. ജനറൽ PSCക്ക് വേണ്ടിയിട്ടുള്ള മലയാളം ടെസ്റ്റ്, മലയാളത്തിലുള്ള ടെസ്റ്റുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിന്റെ ഉള്ളിൽ തന്നെ ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മാർക്കും മറ്റു കാര്യങ്ങളൊക്കെ അറിയാവുന്ന രീതിയിലായിരിക്കും അത് ആ ടെസ്റ്റുകൾ ഉണ്ടാവുക. വിൽ ദർ ബി മോക്ക് ടെസ്റ്റ് അവൈലബിൾ ഇൻ ദ, അതെ, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും നമ്മുടെ കോഴ്സിനകത്ത്. മോക്ക് ടെസ്റ്റ് ഏകദേശം ഒരു 20ഓളം മോഡൽ എക്സാംസ് നിങ്ങൾ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഒരു ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 20ഓളം മോഡൽ എക്സാംസ് എങ്കിലും ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം, ഉണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ടാവും. ഞാൻ കാണിച്ചു തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. BA LLB 10th സെം റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല ഷൈല. കാരണം എൻറോൾ ചെയ്യണം. ജസ്റ്റ് റിസൾട്ട് വന്നാൽ മാത്രം പോരാ. ഈ ജാനുവരി 29th മുമ്പ് എൻറോൾ ചെയ്യണം. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ജാനുവരി 4th 5th ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻറോൾമെന്റ് കഴിഞ്ഞു. ഇനി അടുത്ത എൻറോൾമെന്റ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിയും. അതിനു മുമ്പ് റിസൾട്ടും വരെ നിങ്ങൾ എൻറോൾ ചെയ്യും വേണം. ബെയറാക്ട് നോക്കിയാൽ മതി. സ്വാതി, ബെയറാക്ട് ആണ് ഏറ്റവും ബെസ്റ്റ്. മറ്റ് ബുക്കുകളേക്കാൾ നല്ലത് ബെയറാക്ട് ആണ്. സഫ്ന സഫു, എന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡേറ്റ് ഒന്ന് മെൻഷൻ ചെയ്യാമോ? ആൻഡ് ഫീസ്? നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മൺഡേ ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫീസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 6000 ആണ് ടോട്ടൽ കോഴ്സ് ഫീസ്. വൺ ടൈം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് നിങ്ങൾ 3000 അടയ്ക്കാം. പിന്നീടുള്ള 2 മാസങ്ങൾ 1500 വീതം അടയ്ക്കാം. അതല്ല നിങ്ങൾക്ക് വൺ ടൈം പേയ്മെന്റ് ആയിട്ട് അയക്കുകയാണെങ്കിൽ 5000 അടച്ചാൽ മതി. ഇതാണ് ഫീസ്. ക്ലാസ് നെക്സ്റ്റ് മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അഡ്വക്കേറ്റ് ജിതിൻ, മൈനർ ആക്ട്സ് ഒക്കെ ഫുൾ ആയിട്ട് നോക്കേണ്ടി വരുമോ? മൈനർ ആക്ട്സ് ഇപ്പൊ ഈസ്മെന്റ് പോലുള്ള ആക്ടുകൾ, ചെറിയ ആക്ടുകളെ ഞാൻ ഉദ്ദേശിച്ചത്. അത്തരം ആക്ടുകളെല്ലാം നോക്കാൻ എളുപ്പമാണ് ശരിക്കും. കുറച്ചേ ഉള്ളൂ. ബെയർ ആക്ട് തന്നെ നോക്കിയാൽ മതി. ആ ബെയർ ആക്ട് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കുക. ഏത് ഭാഗത്തുനിന്നാണ് വന്നേക്കണേ നോക്കുക. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ല, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെയർ ആക്ടിന്റെ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. നമ്മുടെ പ്രൊഫഷന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും.
എന്തെങ്കിലും റാങ്ക് ഫയൽ ഉണ്ടോ? സോ അത് ഞാൻ അതാ കുറച്ചും മുമ്പ് പറഞ്ഞു. റാങ്ക് ഫയൽ എന്ന് പറയുന്നത് അവൈലബിലിറ്റി കുറവുണ്ട്. ഇപ്പൊ നിലവിൽ ശരിക്കും പറഞ്ഞാൽ പുതിയ റാങ്ക് ഫയലുകളൊന്നും അവൈലബിൾ അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ അടുത്തും കൂടി നമ്മുടെ ഇവിടെ തൃശ്ശൂരുള്ള മിനർവയിൽ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുവരെയും റാങ്ക് ഫയലുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. റാങ്ക് ഫയലുകൾ ബെറ്റർ ഞാൻ പറഞ്ഞ പോലെ ബെയറാക്ട് തന്നെയാണ്. നിത്യ സർ, ജി കെയിൽ നിന്നും മെയിൻ ആയി ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്? ജി കെയിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഒന്നും കൂടി കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. യെസ്, ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു. ഇതിനകത്ത് ലാസ്റ്റ് ഭാഗത്ത് 10 ക്വസ്റ്റ്യൻസ് കാണാം. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത്. അല്ല, ഇത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് മുമ്പാണോ ജി കെ വന്നത്? ഇവിടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് മുമ്പ് 70 to 70 to 90 ആയിരുന്നു ഇംഗ്ലീഷ്. യെസ്, ഇത് 91 മുതൽ കറക്റ്റ് ആണ്. വിച്ച് among the following was the only session of Indian National Congress that was presided by മഹാത്മാഗാന്ധി എന്ന് പറയുന്നതാണ്. ഫസ്റ്റ് ബെൽഗാം ആണ് ഇതിന്റെ ആൻസർ വരിക. അപ്പൊ ഇത് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള PSC ആ. എല്ലാ PSC-കാർക്കും അറിയുന്ന ചോദ്യം അത്. കാരണം ഗാന്ധിജി പങ്കെടുത്ത INC-യുടെ ഒരേ ഒരു അധ്യക്ഷനായിട്ടുള്ള ഒരേ ഒരു സെഷൻ ഏതാണെന്നുള്ളതാണ്. ബെൽഗാം എന്നുള്ള സ്ഥലത്ത് വെച്ച് നടന്ന INC സെഷനാണ്. അതുപോലെ അടുത്തത് ഹു ഹാസ് ദ പവർ ടു പ്രൊമോഗേറ്റ് ഓർഡിനൻസ് ഡ്യൂറിംഗ് ദ റെസസ് ഓഫ് പാർലമെന്റ്. നിങ്ങൾക്ക് അറിയാം ആരാണ് ഓർഡിനൻസ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അത് ആർട്ടിക്കിൾ 123 പ്രകാരം പ്രസിഡന്റ് ആണ്, അല്ലെ? പ്രസിഡന്റ് ആണ് അതിന്റെ പവർ ഉള്ളത്. അപ്പോ അതുപോലെ തന്നെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഇതെല്ലാം ബേസിക് PSC ആണ്. എല്ലാവരും PSC-കാർക്ക് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലീഗൽ ഫീൽഡിൽ ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. അപ്പൊ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കറണ്ട് അഫയേഴ്സിലാണെങ്കിൽ 2022 ഏഷ്യൻ ഗെയിംസിലെ വിച്ച് സിറ്റി ഇൻ ചൈന വിൽ ബി ദ ഹോസ്റ്റ് ഓഫ് 2022 ഏഷ്യൻ ഗെയിംസ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ പഠിക്കേണ്ട അടുത്ത വർഷങ്ങളിൽ നടക്കേണ്ട വേൾഡ് കപ്പുകൾ ഉണ്ടാവാം, ഫിഫ വേൾഡ് കപ്പ് ഉണ്ടാവാം, ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉണ്ടാവാം, അതുപോലെ ഒളിമ്പിക്സുകൾ ഉണ്ടാവാം. അതെല്ലാം ഇവിടെ വെച്ച് നടക്കുന്നു, എങ്ങനെയുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഒളിമ്പിക്സിൽ കിട്ടിയിട്ടുള്ള കപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നു നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഭക്തി മഞ്ജരി എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ്, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു ഫിസിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അങ്ങനെ തുടങ്ങി എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അത്രയും ഡൈവേഴ്സ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ റോങ്ലി ഇംഗ്ലീഷ് ആണെങ്കിലും കണ്ടു, ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. റോങ്ലി സ്പെൽ ടു വേർഡ് എന്ന് പറയുന്നത് ഇതെല്ലാം സ്ഥിരമായി PSC ചോദിക്കുന്ന ചോദ്യവാക്കത്തിന്റെ സ്പെല്ലിംഗ് എന്താണ്, സെക്രട്ടറിയുടെ സ്പെല്ലിംഗ് എന്താണ്, സൂപ്രണ്ടിന്റെ സ്പെല്ലിംഗ് എന്താണ്, ഇതെല്ലാം സ്ഥിരമായി PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഏതാണ് ആൻസർ എന്നുള്ളത്. അതുപോലെ ഈ PSC-യുടെ സ്ഥിരമായ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന ഇംഗ്ലീഷ് എല്ലാം. ഇംഗ്ലീഷ് വന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നോർമൽ PSC എക്സാമിന്റെ അതേ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ഇത്രയാണ് ഇതിനകത്ത് ഉള്ളത്. ദെൻ അപ്പൊ എനിക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയത് വരും. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 1 സെക്കൻഡ്, ഞാനൊന്ന് തിരിച്ച് പ്രസന്റ് ചെയ്തോട്ടെ. ഇനി എവിടെ എത്തിയായിരുന്നു ഞാൻ നോക്കട്ടെ കേട്ടോ. 1 സെക്കൻഡ്. നിത്യയുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്തു. ജുഡീഷ്യലിന്റെ നോട്ട് ഉണ്ടെങ്കിൽ അത് പഠിച്ചാൽ മതിയോ? ഞാൻ പറഞ്ഞ പോലെ ജുഡീഷ്യലിന്റെ നോട്ട് PSC എന്ന് പറയുന്നത് കുറച്ച് സംതിങ് ഡിഫറൻറ്റ്. ജുഡീഷ്യലിന്റെ എക്സാം നടത്തുന്നത് നമ്മുടെ ഹൈക്കോർട്ടാണ്, കേരള ഹൈക്കോർട്ടാണ്. ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കേരള PSC ആണ്. കേരള PSC-യുടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കൂടുതൽ നമുക്ക് ആ രീതിയിലാണ്. ജുഡീഷ്യൽ നോട്ടുകൾ നല്ലത്, പക്ഷെ ഇതിനു കൂടി അത് കുറച്ചുകൂടി ഡീപ്പർ ആയിരിക്കും. അത്രയും ഡീപ്പായിട്ട് നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ആവശ്യം വരില്ല. ലീഗൽ സബ്ജക്റ്റിലെല്ലാം സാർ ആയിരിക്കുമോ ക്ലാസ് എടുക്കുന്നത്? ഞാൻ മാത്രമായിരിക്കില്ല ക്ലാസ് എടുക്കുന്നുണ്ടാവുക, വേറെ അഡ്വക്കേറ്റ്സും ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കില്ല. മെജോറിറ്റി ഓഫ് ടോപ്പിക്സ് ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. താങ്ക് യു ഫോർ ക്ലിയറിംഗ് മൈ ഡൗട്ട്സ് സർ. താങ്ക് യു. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ വേറെ റിലേറ്റഡ് എക്സാം ഏതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, മറ്റ് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് പോലുള്ള എക്സാമിന് ഹെൽപ്ഫുൾ ആവും, അതുപോലെ APP പോലുള്ള എക്സാമിന് ഹെൽപ്ഫുൾ ആവും. പക്ഷെ ഇത് പഠിച്ചുകൊണ്ട് അത് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഡിഫറൻസ് ഉണ്ട്, അതിന്റെ സിലബസിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി നിങ്ങളുടെ പ്രാക്ടീസിന് ഹെൽപ്ഫുൾ ആവും. പക്ഷെ പ്രാക്ടീസിന് ഹെൽപ്പ് ആവാൻ വേണ്ടി ഇത് നിങ്ങൾ പഠിക്കരുത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പ്രാക്ടീസ് ഓറിയന്റഡ് അല്ല നമ്മുടെ ക്ലാസ്. നമ്മുടെ ക്ലാസ് എല്ലാം അക്കാദമിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും.
how to add enrollment details in PSC, because when I clicked on add button in education qualification, I couldn't find box. അത് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആൻസ് മേരി ജോസഫ്, അത് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ക്ലാസ്സിന്റെ, എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അത് ഹെൽപ്പ് ചെയ്ത് തരാം. Can you please once again explain how to add enrollers advocate? സൂര്യ, എനിക്ക് മനസ്സിലായി, കുറെ പേർക്ക് ആ ഡൗട്ടുകളുണ്ട്, കുറെ പേർക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവാം. അപ്പൊ അത് ഡൗട്ട് ഉള്ള ആൾക്കാരെ അയച്ചോട്, ഞാൻ അത് കാണിച്ചു തരാം, അതെങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഞാൻ ഇന്ന് അത് പ്രസന്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ, പക്ഷെ ഞാൻ എന്റെ PSC ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അത്. അപ്പൊ അത് കാരണം നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ടാവും. ക്ലിയർ സാർ. കേസ് ലോസ് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കേസ് ലോസ് വെച്ച് കഴിഞ്ഞ പ്രാവശ്യം വലിയ കാര്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ 1-2 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടുള്ളൂ. അങ്ങനെ മ്യൂസിക് മജിസ്ട്രേറ്റ് എക്സാം പോലെയുള്ള ടൈപ്പ് ഓഫ് കേസ് ലോസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ റയർ ആണ്. അതിനർത്ഥം ചോദിക്കില്ല എന്നല്ല, ചോദിച്ചേക്കാം, ഈ വർഷം വേണമെങ്കിൽ ചോദിച്ചേക്കാം. അതിൽ പക്ഷെ ഈ പറഞ്ഞ പോലെ കേരള PSC ആയതുകൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ട് നമുക്ക് കേസ് ലോസിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. മാത്രമല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. അതിലെ ഈ പറഞ്ഞ കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു രീതിയിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. ഒരുപാട് കേസ് ലോസ് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അത് മനസ്സിലാവും. യെസ്. ദെൻ ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ജോബ് റോൾ വൺസ് മോർ? കൃഷ്ണവേണി, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ, അതായത് സെക്രട്ടേറിയറ്റിനകത്ത് വരുന്ന കേരള ഗവൺമെന്റ് ലീഗൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എല്ലാ റെഫറൻസുകളും, അതുപോലെ പുതിയ ലോസിന്റെ കാര്യങ്ങളും അതിന്റെ പ്രിപ്പറേഷൻസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ലീഗൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെല്ലാം ക്ലാരിഫൈ ചെയ്യുന്നത്. ഇത് ലീഗലി കറക്റ്റ് ആണോ, ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, മറ്റു കാര്യങ്ങളെല്ലാം ഡ്രാഫ്റ്റിംഗ് സ്റ്റേജ് ഉൾപ്പെടെ, ഓരോ നിയമത്തിന്റെയും ഡ്രാഫ്റ്റിംഗ് സ്റ്റേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന് ഇംപ്ലിമെന്റേഷന്റെ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പുതിയ പോളിസീസ്, ഗവൺമെന്റ് പുതിയ പോളിസീസ് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ എല്ലാം ലീഗൽ സജഷൻസും കാര്യങ്ങൾ അഡ്വൈസസും ഒക്കെ കൊടുക്കുന്നത് ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഒരു ഓഫീസ് ടൈപ്പ് ജോബാണ്. ഒരിക്കലും കോടതിയിൽ പോയിട്ടുള്ള പ്രാക്ടീസ് രീതിയിലുള്ള ജോലിയേ അല്ല. പക്ഷെ ആ ജോലി അത്യാവശ്യം നല്ല രീതിയിൽ പണി ഉണ്ടാവും, വർക്ക് ഉണ്ടാവും, ഉറപ്പായിട്ട് നല്ല കുറെ അധികം നമ്മൾ എഫേർട്ട് എടുക്കേണ്ട വർക്ക് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഹാപ്പി ആയിരിക്കും, ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഹാപ്പി ആയിരിക്കും. ഓക്കെ, ബാക്കി ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടൈപ്പ് ചെയ്തിട്ടാണെങ്കിൽ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. സോ ഐ തിങ്ക് ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ്. താങ്ക് യു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്കെല്ലാം ഇതിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട്. ഓൾ ദി ബെസ്റ്റ്.